നവാവിഷൻ അവതരിപ്പിക്കുന്ന മുഖാമുഖം പരിപാടിയിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. കോട്ടക്കൽ മണ്ഡലം MLAയും മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറിയുമായ ശ്രീ കെ ആബിദ് ഹുസൈൻ തങ്ങളാണ് ഇന്ന് നമ്മുടെ അതിഥി. അദ്ദേഹത്തെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. ഈ സർക്കാർ പ്രവർത്തനം വേണ്ടിയിട്ട് അല്ലെങ്കിൽ താങ്കൾ MLA ആയിട്ട് 3 വർഷം കഴിഞ്ഞു, 4ാമത്തെ വർഷത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഈ സർക്കാരിൻ്റെ തുടക്കകാലത്ത് ഇതുപോലെ ഇതേ ചാനലിന് വേണ്ടി താങ്കളുടെ ഒരു ഇൻ്റർവ്യൂവിൽ താങ്കൾ പറഞ്ഞിരുന്നു കുറേ പദ്ധതികൾ കോട്ടക്കൽ മണ്ഡലത്തിന് വേണ്ടി. അതിൽ ഏതെല്ലാം കാര്യങ്ങൾ നേടിയെടുക്കാൻ ഇത്രയും കാലയളവിനുള്ളിൽ താങ്കൾ സാധിച്ചിട്ടുണ്ട്? ഗവൺമെൻറ്റിൻ്റെ 3 വർഷത്തെ കാലാവധി കഴിഞ്ഞ് 4ാമത്തെ വർഷത്തിലേക്ക് പോവുകയാണ്. ഗവൺമെൻറ്റിൻ്റേതായ ചില നയങ്ങളും നിലപാടുകളും പ്രവർത്തന രീതികളുമൊക്കെ ഉണ്ട്. കേരളത്തിൽ വികസന പ്രവർത്തനങ്ങൾ നടത്തുന്ന പ്രവർത്തന രീതിക്ക് അവരവരുടേതായ ചില നിലപാടുകളുമുണ്ട്. ഓരോ ജനപ്രതിനിധികളും അവരുടെ ആ മണ്ഡലത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ ഏതാണോ എന്നത് ഇവിടുത്തെ ജനങ്ങളുമായും വ്യത്യസ്തങ്ങളായ സമൂഹങ്ങളുമായും, സ്കൂളാണെങ്കിൽ, റോഡാണെങ്കിൽ, പാലമാണെങ്കിൽ, ഏത് കാർഷിക മേഖലകളാണെങ്കിൽ എല്ലാ മേഖലകളിലും നമ്മൾ അത്തരം ആളുകളെ സമീപിച്ചുകൊണ്ട് അവരുടെ ഒരു താല്പര്യങ്ങളെ പരിഗണിക്കുകയും അവരുമായി ആശയവിനിമയം നടത്തുകയും ഒക്കെ ചെയ്തുകൊണ്ട് നമ്മൾ അങ്ങനെ ഒരു മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങൾ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നതാണ് പലപ്പോഴും നമ്മളെപ്പോലുള്ള ആളുകളൊക്കെ ചെയ്യാറ്. സ്വാഭാവികമായും അത്തരമൊരു നിലപാട് നമ്മളും ഇവിടെ ഇതേ മേഖലകളിൽ, വ്യത്യസ്തങ്ങളായ മേഖലകളിൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആളുകളിൽ നിന്നുള്ള അഭിപ്രായങ്ങൾ ആരാഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് ആഗ്രഹിച്ചതും അതിനനുസരിച്ചാണ് മുന്നോട്ട് പോയതും. അതിലൊരുപാടേറെ മേഖലകൾ, കാർഷിക വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങളാണ് പലപ്പോഴും ഉണ്ടാകുന്നത്. അതിൽ നമ്മൾ ആദ്യമായി ഫോക്കസ് ചെയ്തത് വിദ്യാഭ്യാസ മേഖലകളിൽ കുറേയേറെ മാറ്റങ്ങൾ ഉണ്ടാക്കണം എന്ന് ആഗ്രഹിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഈ മണ്ഡലത്തിലെ സ്കൂളുകളിലെ അധ്യാപകരെയും PTA ഭാരവാഹികളെയും മാനേജ്മെൻറ്റിനെയും ഒക്കെ പ്രതിനിധീകരിച്ചുകൊണ്ടുള്ള ആളുകളെ വിളിച്ചുകൂട്ടി അതിലേത് മേഖലകളിൽ എന്ത് തരത്തിലുള്ള വികസനങ്ങളാണ് നടപ്പിലാക്കേണ്ടത് എന്നതിനെക്കുറിച്ചൊരു ആശയവിനിമയം നടത്തി ആ അധ്യാപക സംഘടനയുടെ ആളുകൾ നൽകിയ ഒട്ടനവധി പദ്ധതികളുണ്ടായിരുന്നു. ആ പദ്ധതികൾ പരമാവധി പ്രാവർത്തികമാക്കാൻ ശ്രമിച്ചുകൊണ്ടാണ് നമ്മൾ ആദ്യത്തെ ഘട്ടങ്ങളിൽ തന്നെ മുന്നോട്ട് പോയത്. അത് ആദ്യ വർഷങ്ങളിൽ തന്നെ പരമാവധി നമുക്ക് പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ മുന്നോട്ട് പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടു പോകാൻ സാധിച്ചിട്ടുണ്ട്. എല്ലാ LP സ്കൂളുകളിലും മികവിൻ്റെ കേന്ദ്രങ്ങളാക്കിയ ഒരു ക്ലാസ് റൂമുകൾ മാറ്റുക, കമ്പ്യൂട്ടറുകൾ നൽകുക, സ്മാർട്ട് ക്ലാസ് റൂമുകൾ നൽകുക, സ്കൂളുകൾക്ക് ബസ്സുകൾ നൽകുക, അങ്ങനെ അനുബന്ധമായ സൗകര്യങ്ങൾ കുട്ടികളുടെ വിദ്യാഭ്യാസ നിലവാരത്തെ ഉയർത്തുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ അധ്യാപകരുടെയും മാനേജ്മെൻറ്റിൻ്റെയും രക്ഷിതാക്കളുടെയും താല്പര്യങ്ങൾക്കനുസരിച്ച് അതാത് സ്കൂളുകളിൽ ഏതാണോ ആവശ്യം അതിനനുസരിച്ച് ഉള്ള പ്രവർത്തന പദ്ധതികൾ രൂപീകരിക്കുകയും അത് പൂർത്തീകരിച്ചു കൊണ്ടുവരികയും ചെയ്യുന്നു. ഇന്നിപ്പോഴും ഞാൻ വരുന്നത് കുറ്റിപ്പുറം പഞ്ചായത്തിലെ ചെല്ലൂർ സ്കൂളിൽ ഒരു സ്മാർട്ട് ക്ലാസ് റൂം ഉദ്ഘാടനം ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ്. ഇതുപോലെ ഈ പഞ്ചായത്തിലെ, ഈ മണ്ഡലത്തിലെ വ്യത്യസ്തങ്ങളായ സ്കൂളുകളിൽ സ്മാർട്ട് ക്ലാസ് റൂമുകളും കമ്പ്യൂട്ടറുകളും മികവിൻ്റെ കേന്ദ്രങ്ങളും ഒക്കെയാക്കി വ്യത്യസ്തങ്ങളായ പരിപാടികൾ ആ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആളുകളുടെ അഭിപ്രായങ്ങൾക്കനുസരിച്ച് അതിന് തുക അനുവദിച്ചുകൊണ്ട് നടപ്പിലാക്കാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട്. അത് മുന്നോട്ട് കൊണ്ടുപോകുന്നു. അതുപോലെ തന്നെ മറ്റു മേഖലകളിലും അതത് പ്രവർത്തനങ്ങൾ പുരോഗമിച്ചു കൊണ്ടേയിരിക്കുകയാണ്. നമ്മുടെ കാലങ്ങളായിട്ട് സാറ് വരുന്നതിന് മുമ്പാണെങ്കിലും അതിന് ശേഷമാണെങ്കിലും സജീവമായിട്ട് മണ്ഡലം ചർച്ച ചെയ്യുന്ന 2 വിഷയങ്ങളാണ് 2 ബൈപ്പാസുകൾ. പുത്തൂർ ചനക്കൽ ബൈപ്പാസ്, കഞ്ഞിപ്പുര മൂടാൽ ബൈപ്പാസ്. ഈ ബൈപ്പാസിൻ്റെ നടപടിക്രമങ്ങൾ ആ രൂപത്തിൽ നടക്കുന്നുണ്ടെങ്കിൽ, സാമൂഹികാഘാത പഠനം പോലെയുള്ള നടപടിക്രമങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ പോലും അത് പൂർണ്ണതയിൽ എത്തുന്നില്ല. അതിന് തടസ്സമായിട്ട് നിൽക്കുന്നത് അല്ലെങ്കിൽ തടസ്സങ്ങളായിട്ട് നിൽക്കുന്നത് എന്തെല്ലാം ഘടകങ്ങളാണ്? ഞാൻ ഈ മണ്ഡലത്തിലേക്ക് മത്സരിക്കുന്ന സമയത്തും അതിനു മുമ്പേയുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കും. മത്സരിക്കുന്ന സമയത്തും ഇപ്പോഴും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നതും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതും പൂർത്തീകരിക്കേണ്ടതുമായ 2 പ്രവർത്തന പദ്ധതികളാണ് ഈ 2 ബൈപ്പാസുകൾ. സ്വാഭാവികമായും നമ്മുടെ നാട്ടിലുള്ള ഭരണരംഗത്താണെങ്കിലും സാമൂഹിക രംഗത്താണെങ്കിലും
ഉള്ള ചില നിയമ നടപടികളുണ്ട്, സാങ്കേതികപരമായ നിലപാടുകളും നടപടികളുമുണ്ട്. അതോടൊപ്പം സാമ്പത്തികമായ പ്രശ്നങ്ങളുമാണ്. അപ്പോൾ ഇവയെല്ലാത്തിനെയും കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് ഓരോ ഘട്ടത്തിലും ഓരോന്നിനും മറികടക്കാനുള്ള ശ്രമമാണ് എല്ലാ കാലഘട്ടങ്ങളിലും നടന്നു വന്നത്. UDFന്റെ കാലഘട്ടങ്ങളിൽ പദ്ധതി പ്രഖ്യാപിച്ചു, സ്ഥലമേറ്റെടുക്കാനുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങി, കുറച്ച് അതിന് സംഖ്യ അനുവദിച്ചുകൊണ്ട് അതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ആരംഭം കുറിച്ചു. അങ്ങനെ ഉള്ള ഒരു പ്രവർത്തനത്തിൻ്റെ സ്ഥലമേറ്റെടുപ്പ് പൂർത്തീകരിക്കുക എന്നതാണ് ആദ്യത്തെ അതിൻ്റെ ഒരു പ്രവർത്തനമായി നമ്മൾ കാണേണ്ടത്. കഞ്ഞിപ്പുരം മൂടാൽ ബൈപ്പാസിലുള്ള ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ സ്ഥലം ഏറ്റെടുത്ത് കഴിഞ്ഞവർക്ക് പൈസ നൽകിയതിന് ശേഷമേ അതിൻ്റെ പ്രവൃത്തി തുടങ്ങൂ എന്ന് അന്നത്തെ ആ ഒരു കാലഘട്ടങ്ങളിലുള്ള ഒരു ചർച്ചയും ധാരണയും ഉണ്ടായിരുന്നു. അത് ലക്ഷ്യമാക്കിയാണ് അന്നത്തെ ജനപ്രതിനിധി മുന്നോട്ട് പോയത്. എൻ്റെ ഒരു ധാരണ ശരിയാണെങ്കിൽ കേരളത്തിൽ അന്നേ വരെ പിന്നെ ഈ അക്വിസിഷൻ നടപടികളുമായി ലഭിക്കാതിരുന്നതിനേക്കാളേറെ സംഖ്യ ഈ കഞ്ഞിപ്പുരം മൂടാൽ ബൈപ്പാസിന്റെ സ്ഥലം ഏറ്റെടുക്കുന്ന ആ ഭൂമി ഉടമകൾക്ക് ലഭിക്കാൻ ആവശ്യമായ നടപടികൾ അന്നത്തെ ജനപ്രതിനിധിയും ഭരണകൂടവും നടത്തിയിട്ടുണ്ട്, ലഭിച്ചിട്ടുമുണ്ട്. അതിന്റെ ആദ്യഘട്ടത്തിന്റെ രണ്ടാമത്തെ ഒരു പ്രവർത്തന ഘട്ടത്തിലാണ് ഞാൻ വരുന്നത്. സ്വാഭാവികമായി സ്ഥലം ഉടമകൾക്ക് സംഖ്യ നൽകേണ്ടതുണ്ട്. അതിനാവശ്യമായ ആദ്യത്തെ ഗവൺമെന്റിന്റെ ആദ്യത്തെ സമ്മേളനത്തിൽ തന്നെ നമ്മളത് ആവശ്യപ്പെടുമ്പോൾ ആ ഗവൺമെന്റ് ആ ഒരു ആദ്യത്തെ ഘട്ടത്തിൽ തന്നെ 10 കോടി രൂപ നമുക്ക് അനുവദിച്ചു. അത് ഭൂവുടമകൾക്ക് നൽകി കഴിഞ്ഞു. വീണ്ടും ആളുകൾക്ക് ഈ സ്ഥലം ഏറ്റെടുക്കുന്നതിനുള്ള സംഖ്യ നൽകണം. ഏകദേശം 35 കോടിയോളം രൂപ അതിനാവശ്യമായി വരുന്നതുണ്ടായിരുന്നു. PWയുടെ കണക്ക്, CLAയുടെ കണക്കനുസരിച്ച് അതിനാവശ്യമായ എല്ലാ സമ്മർദ്ദങ്ങളും നമ്മൾ ഗവൺമെന്റിൽ ചെലുത്തുകയും സാഹചര്യങ്ങൾ ഒരുപാടേറെ അതിനനുകൂലമായി വരികയും അതിന് അപകടങ്ങളും പ്രശ്നങ്ങളും ചർച്ചകളും ഒക്കെ ഉണ്ടാകുകയും അതൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെ ജനങ്ങളുടെ ഒരു വികാരത്തെ ഗവൺമെന്റിന്റെ മുന്നിൽ സമർപ്പിച്ചുകൊണ്ട് അതിനാവശ്യമായ സംഖ്യ കൊടുക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിച്ച് മുന്നോട്ട് പോയി. ഗവൺമെന്റ് അതിന് 35 കോടി രൂപയോളം അതിന് നൽകുകയും ആ സ്ഥലം ഏറ്റെടുക്കുന്ന പ്രവർത്തനം പൂർത്തീകരിച്ച് കഴിഞ്ഞ ഒരു സമയമാണിപ്പോൾ. കുറച്ച് 1-2 ആളുകൾക്ക് കൂടി LAയുടെ അതിൻ്റെ ഞാൻ പറഞ്ഞല്ലോ സാമ്പത്തികമായ പ്രശ്നം എന്ന് പറയുന്നതാണ്. ആ സംഖ്യ കൊടുത്ത് കഴിയാനുള്ള 2-3 കുറച്ച് ആളുകൾക്ക് കൂടിയേ ഏറ്റവും കൂടുതൽ കൊടുത്താൽ ബാക്കി ഉണ്ടാവുകയുള്ളൂ. അതുകൂടി കഴിയുന്നതോടുകൂടി സ്ഥലമേറ്റെടുപ്പ് പൂർത്തീകരിക്കും. അവിടെ ഇനിയിപ്പം 2013 തുടങ്ങിയത്, എഗ്രിമെന്റ് വെച്ച് പ്രവർത്തനം തുടങ്ങിയത്. ആദ്യത്തെ ഒരു ഘട്ടത്തിലുള്ള പ്രവർത്തനമാണ് ആരംഭിച്ചത്. ആ പ്രവർത്തനം ഇപ്പൊ കരാറുകാരുമായി ഉണ്ടാകുന്ന, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സാങ്കേതികമായ പ്രശ്നങ്ങൾ ഉണ്ടാകാം. എസ്റ്റിമേറ്റ് റിവൈസ് ചെയ്യേണ്ടി വരും. 2013 ഒരു കാലത്തുള്ള ചെലവുകളല്ല ഇന്ന് വന്നത്. ഓരോ ഘട്ടത്തിലും അതിന്റെ വർധനവുണ്ടായിരുന്നു. അപ്പൊ ആ വർധനവിനനുസരിച്ച് നമ്മുടെ നാട്ടിലുള്ള ചില നിലപാടുകളുടെ ഭാഗമായി സ്വാഭാവികമായും അതിൽ മാറ്റങ്ങൾ വരുത്തേണ്ടി വരും. ആ മാറ്റങ്ങൾ വരുത്തുന്നതിനുള്ള കാലതാമസം എന്നുള്ള നിലക്കും ഈ സ്ഥലം കൊടുത്ത് പൈസ കൊടുത്ത് പൂർത്തീകരിക്കുക എന്നുള്ള നിലക്കുമുള്ള ഒരു തടസ്സമേ ഇപ്പം അതിന്റെ ഭാഗത്ത് ബാക്കിയുള്ളൂ. അത് ഈ നിലപാടുകളുടെ ഭാഗമായി മാറ്റം വരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ സ്വാഭാവികമായും അത് പൂർത്തീകരിക്കാൻ കഴിയും. അതിനപ്പുറത്ത് മൂടാലിൽ നിന്ന് ഇങ്ങോട്ട് കാവുംപുറം വരെയുള്ള ഭാഗത്ത് നമ്മൾ ആ റോഡ് ഇപ്പം ഏകദേശം 40 ലക്ഷം രൂപ ചെലവഴിച്ച് PWയുടെ 40 ലക്ഷം രൂപ ചെലവഴിച്ച് റിപ്പയർ നടത്തി ആവശ്യമായി എടുത്ത് പുതിയ റീടാറിംഗ് നടത്തി അത് ഗതാഗത യോഗ്യമാക്കിയിട്ടുണ്ട്. ഇവിടെ ഞങ്ങളുടെ കഞ്ഞിപ്പുരയിൽ നിന്ന് അവിടെ വരെയുള്ള ചുങ്കം വരെയുള്ള ആ ഭാഗത്താണ് ഇപ്പം ചെറിയ തടസ്സമുള്ളത്. അത് ഇതിന്റെ ഈ പ്രയാസം പരിഹരിക്കുന്നതോടുകൂടി ഈ എസ്റ്റിമേറ്റിന്റെ പുനഃക്രമീകരണം വരുന്നതോടുകൂടി സ്വാഭാവികമായി ഇത് ആരംഭിക്കാൻ കഴിയും. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പ്രയാസം ഇനി നിലനിൽക്കുന്നുള്ളൂ. ഘട്ടം ഘട്ടമായി ഇതും പൂർത്തീകരിക്കാൻ സാധിക്കും. രണ്ടാമത് ഇവിടെ നമ്മുടെ കോട്ടക്കൽ പുത്തൂർ ചനങ്കൽ ബൈപ്പാസ് ആണ്. അതിന്റെ 2 ഘട്ടം പൂർത്തീകരിച്ചു. 3ാമത്തെ ഘട്ടം പൂർത്തീകരിക്കണം, ആരംഭിക്കണം. അതിന്റെ സോഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ സ്റ്റഡി നടന്നു. സോഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ സ്റ്റഡി നടത്താൻ ഒരു അധികൃതരെ ഒരു കോളേജ് അധികൃതർ സോഷ്യോളജിക്കൽ സ്റ്റഡി ഒരു ഡിപ്പാർട്ട്മെന്റ് അധികാരി രാജഗിരി കോളേജാണ് അതിന് സമയമെടുത്ത്. അവർ അതിൻ്റെതായ സമയമെടുത്തുകൊണ്ട് അത് പൂർത്തീകരിച്ചു. അതിന്റെ ഒരു അനന്തര നടപടി എന്നുള്ളവർക്ക് ആ ഇൻവെസ്റ്റിഗേഷൻ സ്റ്റഡിയെ രണ്ടാമതൊരു എക്സ്പേർട്ട് സ്റ്റഡി നടത്തണം. ഒരു എക്സ്പേർട്ട് കമ്മിറ്റി അതൊരു പഠിച്ച് പരിശോധിച്ച് കളക്ടർക്കും ഗവൺമെന്റ് റിപ്പോർട്ട് കൊടുത്ത് അതിന്റെ അനന്തരം മറ്റൊരു ഘട്ടത്തിലേക്ക് പോകണം. ഇപ്പം ആ എക്സ്പേർട്ട് കമ്മിറ്റിയും ഈ മിനിഞ്ഞാന്ന് അതിന്റെ റിപ്പോർട്ട് കളക്ടർക്ക് സമർപ്പിച്ചിട്ടുണ്ട്.
ആ സ്ഥലമൊക്കെ അളന്ന് തിട്ടപ്പെടുത്തി ബോധ്യപ്പെടുത്തി അതിനുശേഷമാണ് സ്റ്റഡി നടത്തുന്നത്. ആ സ്റ്റഡി നടത്തി ഇനി അത് വെച്ച് കളക്ടർ അതിന്റെ വില കണക്കാക്കി ആളുകൾക്ക് നൽകാനുള്ള ഒരു നിലപാടുമായി മുന്നോട്ട് പോകുക എന്നതാണ് അതിൽ ബാക്കിയുള്ളത്. ഇതിന്റെ ഒരു ലക്ഷ്യം, ഞങ്ങളുടെ ഉദ്ദേശം പൂർത്തീകരിക്കുകയാണെങ്കിൽ അത് ഏറ്റവും എളുപ്പം അതിന്റെ ഒരു പ്രവർത്തനോദ്ഘാടനം നടത്താൻ സാധിക്കും എന്നാണ് ഞാനിപ്പം പ്രതീക്ഷിക്കുന്നത്. വലിയ താമസമില്ലാതെ പ്രവർത്തനോദ്ഘാടനം നടത്തണം എന്നാണ്. മൂന്നാം ഘട്ട സ്ഥലം ഏറ്റെടുപ്പ് പൂർത്തീകരിക്കുകയും പ്രവർത്തന തുടക്കം കുറിക്കുന്നതിനുള്ള ഒരു നടപടിയുമായി നേരത്തെ സർക്കാർ അനുവദിച്ചിട്ടുണ്ട്. അതിന്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ താങ്കളുടെ MLA ശേഷം ഈ സർക്കാർ വന്നതിന് ശേഷം 2-3 ബജറ്റുകൾ കഴിഞ്ഞു. ഈ ബജറ്റ് അവതരണം കഴിഞ്ഞാൽ താങ്കളുടെ പ്രതികരണം സ്വാഭാവികമായിട്ടും പോസിറ്റീവായിട്ടാണ്. സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് പരിഗണന ലഭിച്ചു എന്നാണ് ഇപ്പോൾ താങ്കൾ പറയാറ്. കോട്ടക്കൽ MLA എന്ന നിലയിൽ, മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി എന്ന നിലയിലും ഇതേ നിലപാട് തന്നെയാണോ? അല്ല, ഗവൺമെന്റുകൾ ഓരോ സമയങ്ങളിലും അവരവരുടേതായ നിലപാട്, ഞാൻ നേരത്തെ അതിനെ സൂചിപ്പിച്ചു, ഓരോ ഗവൺമെന്റും അവരുടേതായ നിലപാടുകളുടെ ഭാഗമായി വികസന പ്രവർത്തനത്തിലാണെങ്കിലും രാഷ്ട്രീയ പ്രവർത്തനത്തിലാണെങ്കിലും വ്യത്യസ്തങ്ങളായ നിലപാടുകളും നയങ്ങളും ഒക്കെ ഉണ്ടാകാം. പക്ഷേ ഒരു ഗവൺമെന്റും വികസന പ്രവർത്തനങ്ങളിൽ ഒരു ഭാഗം തഴയുക ഒരു ഭാഗം ഒഴിവാക്കുക എന്ന് പറയുന്ന നിലപാടുകളൊന്നും പരസ്യമായോ അല്ലെങ്കിൽ പ്രത്യക്ഷമായോ ഉണ്ടാകാറില്ല. അത് തന്നെയാണ് എല്ലാ കാലഘട്ടങ്ങളിലും ഉള്ളത്. രാഷ്ട്രീയമായ ആരോപണം മാത്രമാണ് എന്നാണ് പറഞ്ഞത്. അല്ല, അങ്ങനെയല്ല. വികസന പ്രവർത്തനങ്ങളിൽ എവിടെയാണോ കുറവെന്ന് വെച്ചാൽ അതിന്റെ രാഷ്ട്രീയമായ ആരോപണം ഉന്നയിക്കാനെടുത്ത് നമ്മൾ സ്വാഭാവികമായും ആരോപണങ്ങൾ ഉന്നയിക്കും. ഇപ്പം കറണ്ടിന്റെ വില വർധന നടന്നു, പഞ്ചായത്തുകളുടെ വികസന പ്രവർത്തനങ്ങൾ തടസ്സം നിൽക്കുന്നു, അതുമാതിരിയുള്ള കുടിവെള്ളത്തിന്റെ പൈസ കൂട്ടാൻ പോകുന്നു. അതൊക്കെ സ്വാഭാവികമായും ഈ ഗവൺമെന്റ് നടപ്പിലാക്കുമ്പോൾ രാഷ്ട്രീയമായി സ്വാഭാവികമായും നമ്മൾ അതിനെ എതിർക്കും. അത് മറ്റൊരു തരത്തിൽ നമ്മൾ അതിനെ എതിർക്കണമല്ലോ. അത് എതിർക്കാതിരിക്കാൻ കാര്യമുണ്ട്. സ്വാഭാവികമായും രാഷ്ട്രീയമായി അതിനെ ഈ ജനങ്ങൾക്ക് ദ്രോഹപരമായ ഒരു നിലപാട് ഈ ഗവൺമെന്റിന്റെ ഭാഗത്തുണ്ടാകുമ്പോൾ അതിനെ നമ്മൾ എതിർത്തുകൊണ്ട് തന്നെ മുന്നോട്ട് പോകൂ. അതിനൊരു സംശയവുമില്ലല്ലോ. അല്ലെങ്കിൽ മണ്ഡലത്തിന്റെ വികസനത്തിന് LDF സർക്കാരിന്റെ ഭാഗത്തു നിന്ന് പരിഗണന ലഭിച്ചു എന്ന് തന്നെയാണോ താങ്കൾ പറയുന്നത്? ഞാൻ പറഞ്ഞ സ്വാഭാവികമായും നമുക്ക് ലഭിക്കേണ്ടുന്ന ആവശ്യങ്ങൾ നമ്മുടെ ഒരു ഗവൺമെന്റിന്റെ മുമ്പിൽ വെക്കുമ്പോൾ അത് പരിഗണിക്കേണ്ടുന്ന ബാധ്യത ഗവൺമെന്റിനുണ്ട്. അത് പരിഗണിക്കുക എന്ന ഒരു നിലപാടുമായി മുന്നോട്ട് പോകുമ്പോൾ അവിടെ ഒരു അവഗണിക്കേണ്ടുന്ന കാര്യമില്ല. ഒരു ജനപ്രതിയെ മാത്രമായി അവഗണിക്കേണ്ടുന്ന കാര്യമില്ല. എന്നാലും അതിൽ കുറവുകൾ ഉണ്ടാകാം. ഇപ്പം സ്വാഭാവികമായും UDF MLA മാരോട് അല്ലെങ്കിൽ ജനപ്രതികളോട് ഒരു കുറവുകൾ എവിടെയെങ്കിലും ഞാനത് പരിശോധിച്ചിട്ടില്ല. എവിടെയെങ്കിലും കുറവുകളുണ്ടോ? താങ്കളെ സംബന്ധിച്ച കുറവുകളുണ്ട്. നമ്മൾ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ അനുവദിച്ചു തരുന്നുണ്ട്. പൂർണ്ണമായും അനുവദിച്ചു തന്നു. നമ്മൾ ഒരുപാട് വിദ്യാഭ്യാസ രംഗത്ത് എന്റെ ആദ്യത്തെ ഒരു ആവശ്യം എന്ന് പറയുന്നത് കോളേജ് സ്ഥാപിക്കുക എന്നതാണ്. അത് സ്ഥാപിച്ച് തരാനുള്ള ഒരു നിലപാട് ഗവൺമെന്റിന്റെ ഭാഗത്ത് ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പം അങ്ങനെയുള്ള അതുപോലെ ബൈഫർക്കേഷനുള്ള സാധനങ്ങളുണ്ട്. പുതിയ കോഴ്സുകളും മറ്റുമൊക്കെ ആവശ്യമായി വരുന്നത് ഈ മണ്ഡലത്തിലെ ആളുകൾക്ക് വേണ്ടി വരുന്നത്. ഇപ്പോൾ വളാഞ്ചേരിയാണ് നമുക്കൊരു കോളേജ് ഉള്ളത്. ഈ മണ്ഡലത്തിലെ സുപ്രധാനമായ എല്ലാ ഭാഗങ്ങളെയും കേന്ദ്രീകരിച്ചിരിക്കുന്ന കോട്ടകൾ അടങ്ങുന്ന ഈ പ്രദേശത്ത് ഒരു കോളേജ് പോകണമെന്നോ ദീർഘകാലത്തെ ആവശ്യമാണ്. നമ്മളത് ഈ പ്രദേശത്തുകാരുടെ ഒരു ആവശ്യമാണ്. അത് ഗവൺമെന്റ് തന്നിട്ടില്ല. അത് ആ നിലപാടിനോട് നമ്മൾ എതിരാണ്. അത് ലഭിക്കണം എന്ന് തന്നെയാണ് നമ്മുടെ ആവശ്യം. ഈ ഫണ്ട് വിഹിതം വെക്കുക, ഫണ്ട് കൊടുക്കുക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അതിന്റെ ഭാഗമായി നടപ്പിലാക്കുക തന്നെ നമ്മൾ ആവശ്യപ്പെടുന്നത് ലഭിപ്പിക്കുക. അതിനാവശ്യമായി മന്ത്രിമാരെയും ഉദ്യോഗസ്ഥന്മാരെയും ഒക്കെ കണ്ട് വാങ്ങിയെടുക്കാനുള്ള ചില നിലപാടുകൾ നമ്മൾ നടത്തുമ്പോൾ അത് സ്വാഭാവികമായി നടക്കുന്ന ഒരു പ്രക്രിയയാണ്. ആ പ്രക്രിയയിൽ അതിന് വിഭജനത്തിനോ അല്ലെങ്കിൽ വിദ്വേഷത്തിനോ ഒരു പ്രത്യേക താല്പര്യത്തിനോ ഒന്നും കാര്യമില്ല. അത് അതിൻ്റെതായ ഒരു ഭരണകൂടത്തിന്റെ ഒരു നിലപാടുകളുടെ വികസന പ്രവർത്തനങ്ങളുടെ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ അതിന്റെ കൂടെ മുന്നോട്ട് പോകുക എന്നേ ഉള്ളൂ. പാടെ ചില MLA-മാരൊക്കെ പാടെ ആക്ഷേപിക്കുന്ന പോലെ ഒരു ആക്ഷേപം താങ്കളുടെ ഭാഗത്ത് ഇതുവരെ കേട്ടില്ല. അത് എന്റെ ഒരു സ്വഭാവത്തിന്റെ ശൈലി കൂടിയുണ്ട്. ഞാനൊരു ആക്ഷേപം പറയുന്നതും കുറ്റം പറയുന്നതും ആളല്ല. എല്ലാം പോസിറ്റീവായി കാണും. നന്മക്ക് വേണ്ടി നിൽക്കുക, നന്മക്ക് വേണ്ടി പ്രവർത്തിക്കുക, അതിൽ നന്മ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോവുക എന്നൊരു കാഴ്ചപ്പാടാണ്. സംസ്ഥാന സെക്രട്ടറി പരിമിതികൾ ഉണ്ടായിരിക്കാം. പാർട്ടി ഭാരവാഹിയാണ്. സ്വാഭാവികമായിട്ടും സർക്കാരിനെ വിമർശിച്ചേ തീരൂ എന്നല്ല, അത് രാഷ്ട്രീയ നിലപാടാണ്. അതൊരു പാർട്ടിയുടെ ഒരു ഔദ്യോഗിക സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തിക്ക് ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്വം കൂടിയാണ്. അതേസമയം ജനപ്രതിനിധി നിലയിൽ താങ്കളുടേതായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് കിട്ടുന്ന പരിഗണനകൾ താങ്കൾക്ക് പറഞ്ഞേ തീരൂ. അത് സ്വാഭാവികമാണ്.
പിന്നെ അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ വർഷം താങ്കളുടെ ഒരു ശ്രമഫലമായിട്ട് കൂടിയാണ് ഇവിടെ കാവതികളത്ത് നേരത്തെ സ്റ്റേഡിയത്തിനായി കണ്ടെത്തിയ സ്ഥലം, അവിടെ ഒരു പൊതുകുളം നിർമ്മാണത്തിന് അനുമതി കിട്ടി. അതിൻ്റെ നമ്മൾ കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് എന്ന് പറഞ്ഞാൽ കുളം രൂപപ്പെട്ടു. എത്രയും പെട്ടെന്ന് തന്നെ കുളം രൂപപ്പെട്ടു. എത്രയും പെട്ടെന്ന് ആവുന്ന കണക്കാക്കിയതല്ലെങ്കിൽ പോലും പെട്ടെന്ന് ആ ഒരു അതിൻ്റെ മെഷീനറി ഒക്കെ ഉപയോഗത്തിൻ്റെ ഒരു ഫലം കൂടിയാണ്. എന്നാൽ പോലും പെട്ടെന്ന് അത് ഇതായി. അതിൻ്റെ ഭാഗമായിട്ട് എന്താണ് നമ്മൾ ആ ഒരു കുളം, 1 കോടിയാണ് അതിൻ്റെ എസ്റ്റിമേറ്റ്. ആ കുളം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് തീർച്ചയായിട്ടും സർക്കാർ ഫണ്ടാണ്. എന്തായിരുന്നു അതിന്റെ പിൻപിറകിലുള്ള ഉദ്ദേശം? അന്നത്തെ എല്ലാവരുടെയും ഒരു ആവശ്യം കോട്ടക്കൽ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു വെള്ളത്തിന്റെ സ്രോതസ് നമുക്കില്ല. പുഴ കുറെ ദൂരമുള്ള പിന്നെന്താണ് പുഴയെ ആശ്രയിച്ചുകൊണ്ടാണ് പിന്നെന്താണ് വെള്ളത്തിന്റെ സ്രോതസ് നമുക്ക്. അപ്പോൾ ഈ പ്രദേശത്ത് കൃഷിക്കാണെങ്കിലും കുടിവെള്ളത്തിനാണെങ്കിലും ഒരു തരത്തിലും സ്രോതസ് ഇല്ലാത്ത ഒരു മേഖലയാണ് കോട്ടക്കൽ മുനിസിപ്പാലിറ്റിയുടെ ചുറ്റുപാടുള്ള കേന്ദ്രങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ മുനിസിപ്പാലിറ്റിയുടെയും ഇവിടുത്തെ ആളുകളുടെയും ഒക്കെ ആവശ്യപ്രകാരം ഒരു കുടിവെള്ളത്തിനുള്ള അല്ലെങ്കിൽ കൃഷിക്കായിട്ടുള്ള ഒരു സ്രോതസ് ഉണ്ടാകണം എന്നുള്ളത് ഇവരുടെ ഒരാവശ്യമായിരുന്നു. അപ്പോൾ അത് ഏത് തരത്തിലും നമുക്ക് പിന്നെന്താണ് ഉപയോഗപ്പെടുത്തിയിട്ട് കുടിവെള്ളത്തിന് വേണമെങ്കിൽ കുടിവെള്ളത്തിന്, കൃഷിക്ക് വേണമെങ്കിൽ കൃഷിക്ക്, എന്തായാലും ഒരു സ്രോതസ്സാണ് നമ്മുടെ മുമ്പിൽ ഉണ്ടായിരുന്നത്. ആ സ്രോതസ് സ്ഥാപിച്ചെടുക്കുക എന്ന നിലക്കാണ് അങ്ങനെ ഒരു പിന്നെന്താണ് കുടിവെള്ളം വെള്ളം ശേഖരിച്ചുകൊണ്ട് നിർത്താൻ ആവശ്യമായ ഒരു പദ്ധതി മുനിസിപ്പാലിറ്റി ആളുകൾ ആവശ്യപ്പെടുകയും അത് നമ്മൾ പ്രാവർത്തികമാക്കുകയും ചെയ്തത് ഇവിടുത്തെ ജനങ്ങളുടെ ഒരു ആവശ്യത്തിന് അനുസരിച്ചാണ് നമ്മൾ അങ്ങനെ. ഇനി അത് ഏത് തരത്തിൽ, അതൊരു സാഹചര്യമാണ്, സാഹചര്യത്തിനനുസരിച്ച് ഏത് തരത്തിലാണ് അത് ഉപയോഗപ്പെടുത്തേണ്ടത് എന്ന് ആ പ്രദേശവാസികളും മുനിസിപ്പാലിറ്റിയും നമ്മൾ എല്ലാവരും കൂടി നമുക്കെല്ലാവർക്കും കൂടി ഇരുന്ന് ആലോചിച്ച് അതിന്റെ പ്രവർത്തനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാവുന്നതാണ്. ഇപ്പോൾ നിറഞ്ഞു നിൽക്കുന്ന സമയമാണ്, സ്വാഭാവികമായിട്ടും ആളുകൾ കുളിക്കാനും ഒക്കെ ഉപയോഗിക്കുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു കാലാവസ്ഥ കൂടിയാണല്ലോ ഇത് നമ്മൾ അതിൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ഈ കോട്ടക്കൽ ധാരാളം ശുദ്ധജല പദ്ധതികൾ ഉണ്ടായിരുന്നു. അതൊരു പൂർണ്ണതയിൽ എത്താതെ കിടക്കുന്നതാണ്. ആ പദ്ധതികൾക്ക് ആവശ്യമായ വെള്ളം എടുക്കുന്നതിൻ്റെ ഒരു സ്രോതസ് എന്ന രൂപത്തിൽ ഉപയോഗിക്കുക എന്നൊരു തീരുമാനം ഉണ്ടായിരുന്നു. അതുപോലെ വേനൽക്കാലത്ത് നഗരസഭയുടെ ജലവിതരണത്തിന് ആവശ്യമായ ഒരു സ്രോതസ് എന്ന രൂപത്തിലും ആയിരുന്നു. പക്ഷെ അവിടുത്തെ തദ്ദേശവാസികളായ ആളുകൾ, അവിടുത്തെ ഒരു പക്ഷേ മുസ്ലിം ലീഗ് പ്രവർത്തകർ പോലും അവിടെ നിന്ന് വെള്ളം കൊണ്ടുപോകരുത് എന്ന രൂപത്തിൽ നഗരസഭയോട് ആവശ്യപ്പെട്ടു എന്ന് പറയുന്നു. നഗരസഭ അതിന് അങ്ങനെ അത് ഒഫീഷ്യലായിട്ട് അല്ലെങ്കിൽ പോലും സമ്മതം നൽകി എന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും ഇത് അവിടെ കൃത്യമായിട്ട് അതൊരു വലിയൊരു ആവശ്യം എന്ന രൂപത്തിൽ തന്നെയല്ലേ തുടങ്ങിയിട്ടുള്ളത്. നമ്മൾ ജലപദ്ധതിയാണ് പുറത്തേക്ക് കൊണ്ടുപോകുന്ന രൂപത്തിൽ തന്നെയല്ലേ അതിന്റെ അങ്ങനെയുള്ള ഒരു സ്രോതസ് ഉണ്ടാകുക എന്ന് തന്നെയായിരുന്നു ലക്ഷ്യം. പിന്നെ ഈ കുടിവെള്ളം പിന്നെന്താണ് വിതരണം ചെയ്യാൻ പറ്റുമെങ്കിൽ ആ ഒരു തരത്തിലും കുടിവെള്ളം തീരെ ഇല്ലാത്ത ഒരു സന്ദർഭങ്ങളിൽ അതിൽ നിന്ന് വെള്ളം കൊണ്ടുപോയി സപ്ലൈ ചെയ്യുന്ന ഒരു അവസ്ഥയിൽ മുനിസിപ്പാലിറ്റിക്ക് ഉപയോഗപ്പെടുത്താം എന്ന് തന്നെയായിരുന്നു ആ ഒരു ധാരണയും ആ ഒരു ഉദ്ദേശവും അങ്ങനെ തന്നെയായിരുന്നു. പിന്നെ നമ്മുടെ നാട്ടിലുള്ള ഒരു പ്രശ്നം എന്ന് വിചാരിച്ചാൽ പിന്നെ ഇപ്പം പുഴയിൽ നിന്ന് ഒരു പുഴ കേന്ദ്രീകരിച്ചൊരു കുടിവെള്ള പദ്ധതി ഉണ്ടാക്കിയാൽ അത് വിപുലപ്പെടുത്തി പിന്നെന്താണ് ഒരുപാട് സ്ഥലങ്ങളിലേക്ക് ഡിസ്ട്രിബ്യൂഷൻ നടത്തുമ്പോൾ സ്വാഭാവികമായി അവിടെ ആളുകളുടെ ഒരു എതിർപ്പുണ്ടാകും. ഇപ്പൊ നമ്മള് പിന്നെ എന്താ പറയാ തിരുനാവായ കുടിവെള്ള പദ്ധതി, ശുദ്ധജല വിതരണ പദ്ധതിയുണ്ട്. പിന്നെന്താണ് മറാക്കര പഞ്ചായത്തിലേക്കും നമ്മുടെ പൊന്മള പഞ്ചായത്തിലേക്കും ഉരകം കുടിവെള്ള പദ്ധതി, ഉരകം പഞ്ചായത്തിലേക്കുള്ള 2 പിന്നെന്താണ് പഞ്ചായത്തുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ്. അതിപ്പം കൊടൂർ പഞ്ചായത്തിലേക്ക് കുടിവെള്ളം വേണമെന്ന് പറഞ്ഞ് ആവശ്യപ്പെടുകയും അത് അങ്ങോട്ട് കൊടുക്കാനുള്ള ഒരു തീരുമാനവും ധാരണയും. അപ്പോൾ ഇവിടെയുള്ള ആളുകൾക്ക് ഒരു പ്രതിഷേധമുണ്ട്. ഇപ്പൊ ഇരുമ്പിളിയം പഞ്ചായത്തിൽ ഇരുമ്പിളിയം വളാഞ്ചേരി മുനിസിപ്പാലിറ്റികളെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇരുമ്പിളിയത്തൊരു കുടിവെള്ള പദ്ധതിയുണ്ട്. ആ പദ്ധതി ഇപ്പം എടയൂരിലേക്ക് കൂടി നീട്ടാൻ പോവുകയാണ്, ഏകദേശം 75-80 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട്. അപ്പം അവിടുത്തെ ആളുകൾക്കൊരു ആശങ്കയുണ്ട്. ആ വെള്ളം അവിടെ അവർക്കും ഇപ്പോഴും പ്രയാസത്തിലാണ്. പക്ഷെ ആ വെള്ളം ഇനി ഇങ്ങോട്ട് കൂടി പകുത്ത് കൊടുക്കുമ്പോൾ പിന്നെ എന്താണ് അത് ഞങ്ങൾക്കുള്ള വെള്ളം കുറഞ്ഞു പോകുമോ എന്ന് പറയുന്ന ഒരു ആശങ്കയും ഒരു പ്രതിഷേധമുണ്ട്. സ്വാഭാവികമായും ഉള്ള ഒരു പിന്നെന്താണ് ചിന്താഗതിയാണിത്. അത് ഇപ്പം അവിടെ കുടിവെള്ളം ശേഖരിച്ച് നിർത്താൻ ആവശ്യമായ ഒരു സാഹചര്യം കൂടി അതിന്റെ ഭാഗമായി വരുമ്പോൾ അതങ്ങനെ പരിഹരിക്കപ്പെടും. ഇവിടെ നമുക്ക് ഈ പ്രദേശത്തൊന്നും കുടിവെള്ളം നല്ല വേനൽക്കാലത്ത് കുടിവെള്ളം കൊടുക്കാതിരിക്കാൻ കഴിയുമ്പോൾ സ്വാഭാവികമായും അവിടെ ആ ഒരു വെള്ളം ഉണ്ടാകുമ്പോൾ ആരും എടുക്കണ്ടെന്ന് പറയില്ല. അപ്പൊ അതൊരു സാഹചര്യത്തിനനുസരിച്ച് ഉപയോഗപ്പെടുത്താനുള്ള ഒരു തരത്തിൽ നമുക്കത് ഒരു വെള്ളം ഏതായാലും സ്രോതസ് ഉണ്ടായല്ലോ, അതവിടെ വെള്ളം കിട്ടില്ല എന്നൊരു സംശയം എല്ലാവരും പറഞ്ഞിരുന്നു. എന്തായാലും അനുഗ്രഹം അവിടെ നല്ല ഒരു വെള്ളം ലഭിച്ച് ഇപ്പം പിന്നെ മഴ ആയതുകൊണ്ട് തന്നെ വെള്ളത്തിന്റെ അതൊരു നമ്മള് അതൊരു സമയത്തിന്റെ പ്രത്യേകതയാണ്. മറ്റൊരു സമയമാണ് വരുന്നതെങ്കിൽ നമുക്കത്
കിണറിൽ നിന്ന് വെള്ളം എടുക്കണം. അപ്പൊ നിങ്ങളുടെ കിണറിൽ നല്ല വെള്ളം ഉണ്ടാകുമോ, തൊട്ടടുത്ത അയൽക്കാരന് വെള്ളം കിട്ടാതിരിക്കുമ്പോൾ കൊണ്ടുപോകേണ്ട നിങ്ങൾ എന്തായാലും പറയില്ലല്ലോ. അപ്പൊ ആ ഒരു സാഹചര്യം അതിനനുസരിച്ച് പോകും. അത് സന്ദർഭത്തിനനുസരിച്ച് സമയോചിതമായി പദ്ധതികളെ വിഭാവനം ചെയ്ത് മാറ്റം വരുത്തേണ്ട തരത്തിൽ മാറ്റം വരുത്താം. ഉപയോഗിക്കാൻ എന്തായാലും നമ്മുടെ മുമ്പിൽ സ്രോതസ് ഉണ്ടായല്ലോ, ആ സ്രോതസ് ഉപയോഗപ്പെടുത്താൻ സാധിക്കുക എന്നതാണ്. ഇപ്പോൾ വളരെ ചർച്ച ചെയ്യപ്പെടുന്നൊരു വിഷയമാണ്, പ്രത്യേകിച്ച് കോട്ടകൽ മേഖലയിൽ. രാജാസ് സ്കൂളിൽ നേരത്തെ ഒരു തീരുമാനം എടുത്തിരുന്നു, ഒരു സ്റ്റേഡിയം സർക്കാർ ഫണ്ട് അല്ലെങ്കിൽ പോലും മുനിസിപ്പാലിറ്റി ഫണ്ടാണെങ്കിലും കോട്ടക്കൽ MLA എന്ന നിലയിൽ താങ്കൾ ഇതുമായി ബന്ധപ്പെട്ട ഒട്ടേറെ യോഗങ്ങളിൽ പങ്കെടുത്തിരുന്നു. അതിൻ്റെ അവസാന ഘട്ടത്തിലാണ് ഇപ്പോൾ അതിൻ്റെ ഒരു ടെൻഡർ നടപടികളിലേക്ക് പോവുകയാണ്. ഈ സമയത്ത് അതിനെതിരെ പെട്ടെന്ന് അപ്രതീക്ഷിതമായ ഒരു പ്രതിഷേധ കാര്യങ്ങളൊക്കെ വളരെ കുറച്ച് ആളുകളുടെ ഭാഗത്തു നിന്നുള്ള ഒരു പെട്ടെന്ന് ഒരു രൂപത്തിലുള്ള ഒരു സംഘടിത ആണെങ്കിൽ പോലും ഇതൊരു വൈകാരിക വിഷയമായിട്ട് അവിടെ പഠിച്ച കുട്ടികൾ, പൂർവ്വ വിദ്യാർത്ഥികൾ, അവിടുത്തെ അധ്യാപകർ, നാട്ടുകാർ എല്ലാവരും ആ ജലസംഭരണി നിലനിർത്തണം, അല്ലെങ്കിൽ ഞാറുമരങ്ങളെ സംരക്ഷിക്കണം, അവിടുത്തെ പ്രകൃതി ഭംഗി നിലനിർത്തണം എന്ന രൂപത്തിലൊരു സാധനം. പക്ഷെ ഇത് അവിടെ നേരത്തെ തീരുമാനിച്ചിരുന്നു അവിടെയുള്ള വെള്ളക്കെട്ട് ജലസംഭരണി നിലനിർത്തിക്കൊണ്ടാണ് ഈ സ്റ്റേഡിയം വരുന്നത് എന്നുള്ളതായിരുന്നു. യുവജന സ്പോർട്സ് കാര്യാലയം വന്ന് പരിശോധന, അവരുടെ മരാമത്ത് വിഭാഗം വന്ന് പരിശോധന നടത്തിയപ്പോഴും അവരും പറഞ്ഞത് അതേ സ്ഥിതി നിലനിർത്തിക്കൊണ്ട് തന്നെ വേണമെന്നുള്ളതാണ്. ഇപ്പോൾ എന്തെങ്കിലും മാറ്റം അതിൽ വന്നിട്ടുണ്ടോ താങ്കളുടെ അറിവിൽ? ഒരു മാറ്റവും വന്നതായി എൻ്റെ അറിവില്ല. ഇങ്ങനെ പ്രതിഷേധമുള്ളത് സത്യത്തിൽ ഞാനിപ്പം പറയുമ്പോഴാണ് ഞാൻ അറിയുന്നത്. ആരും അങ്ങനെ ഒരു സൂചന എനിക്ക് നൽകില്ല. അതിന് അവിടെ സ്റ്റേഡിയവുമായി ബന്ധപ്പെട്ടുള്ള നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ ടെൻഡർ നടപടിയിലേക്ക് പോകുന്നു. ഇപ്പോഴത്തെ നമുക്ക് ഈ വെള്ളത്തിന്റെ അവിടെ വെള്ളം കെട്ടി നിൽക്കുന്നിടത്ത് ഒരു സ്വിമ്മിംഗ് പൂൾ എല്ലാ മണ്ഡലങ്ങളിലും ഒരു സ്വിമ്മിംഗ് പൂൾ നൽകാമെന്ന് ഗവൺമെന്റ് ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. എന്നാലും ഈ വർഷം പരമാവധി എവിടെയൊക്കെയാണ് കൊടുക്കാൻ പറ്റുക എന്നാലോചിച്ച് പരമാവധി കൊടുക്കാൻ ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് രാജാ സ്കൂളിൽ കിട്ടണം എന്ന് മന്ത്രിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പരിഗണിക്കുമെന്നാണ് എന്റെ പ്രതീക്ഷ. അപ്പം അവിടെ ഗ്രൗണ്ടും സ്വിമ്മിംഗ് പൂളും ഒക്കെ അടക്കം വരുന്ന ഒരു നല്ല പ്രവർത്തനമായ മുന്നോട്ട് പോകും. അതിനവിടെ പ്രകൃതി ഭംഗിയെ നശിപ്പിക്കുന്ന പ്രവർത്തനം. അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എതിർപ്പുകൾ സ്വാഭാവികമാണ്. ഏത് വരുമ്പോഴും പുതിയൊരു സംഗതി വരുമ്പോഴാണ് ആളുകൾക്ക് അതിനോടൊരു എതിർപ്പ് ഉണ്ടാകുന്നത്. അത് ഉണ്ടാക്കാൻ അനുവദിക്കില്ല എന്നൊരു ധാരണയുടെ ഭാഗത്തല്ല. ഇതുവരെ അങ്ങനെ ഒരു വിഷയം ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ വർഷക്കാലം തുടങ്ങുമ്പോഴാണ്, താങ്കൾക്കറിയാലോ, മഴ കുട ചൂടിയിട്ടാണ് നമ്മളെല്ലാവരും ആ ഒരു സമയത്തോടെ നിങ്ങളുടെ പരിശോധന നടക്കുന്ന സമയം. അത് ആ സമയത്തെല്ലാം സ്കൂളിന്റെ ഭാഗത്തു നിന്നൊക്കെ അതിനൊരു സപ്പോർട്ട് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ അതിന്റെ ഈ ടെൻഡർ നടപടികൾ ആയിട്ട് ബന്ധപ്പെട്ട് അവിടെ മണ്ണിട്ട് മൂടിയിട്ട് കരിങ്കൽ ചീളുകളൊക്കെ കൊണ്ടുപോയിട്ട് അതുപോലെ മണ്ണിട്ട് മൂടി ആ രൂപത്തിൽ ഈ ജലസംഭരണി നശിപ്പിച്ച് അതിന് മുകളിലാണ് ഈ സ്റ്റേഡിയം വരുന്നത്. ആ രൂപത്തിൽ വ്യാപകമായ ഒരു പ്രചരണം, അതിനെ പ്രതിരോധിക്കാൻ ഒരു കൂട്ടായ്മ സേവ് രാജാസ് എന്ന രൂപത്തിൽ 2 ദിവസമായിട്ട് അതിൻ്റെ പ്രവർത്തനങ്ങൾ ക്യാമ്പയിനൊക്കെ സോഷ്യൽ മീഡിയയിലാണ് കാര്യമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ സ്കൂൾ പറയുന്നത് ഈ അവസാനത്തെ ഘട്ടത്തിൽ ഈ ടെൻഡർ നടപടിയിലേക്ക് പോകുന്ന സമയത്ത് ഞങ്ങളെ വിവരങ്ങൾ അറിയിച്ചിട്ടില്ല. നേരത്തെ അറിയിച്ചിട്ടില്ല എന്ന് അവർക്ക് പറയാൻ കഴിയില്ല. കാരണം സ്കൂളിന്റെ അധികൃതർ ആ യോഗത്തിലൊക്കെ പങ്കെടുത്താണ്. പ്രിൻസിപ്പൽ, HM, അതുപോലെ PTA പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് എല്ലാവരും പങ്കെടുത്തതാണ്. പക്ഷേ ഈ അവസാന ഘട്ടത്തിൽ ഇതിൻ്റെ ഒരു അവസാന രൂപത്തിലേക്ക് എത്തുമ്പോൾ ഇങ്ങനൊരു വിഷയം വരുമ്പോൾ അതെന്താണ് അതിന്റെ പിന്നിൽ എന്തെങ്കിലും താങ്കൾ ഞാൻ പറഞ്ഞു, ഞാനത് അറിഞ്ഞില്ല. ഇനി എന്തെങ്കിലും കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ആണോ, അല്ലെങ്കിൽ പരസ്പരം അറിയിപ്പിക്കാതിരിക്കുന്ന ഒരു സംഗതിയാണോ എന്ന് നമുക്ക് ആലോചിക്കാവുന്നതാണ്. മുനിസിപ്പാലിറ്റിയോട് അത് സംസാരിച്ച് അതിങ്ങനെ ഒരു ആശങ്ക, ആളുകൾക്കിടയിലുള്ള ആശങ്ക അകറ്റാനുള്ള ഇല്ല, ഇതുവരെ വന്നില്ല. അതുപോലെ തന്നെ വളരെ ചർച്ച ചെയ്യപ്പെട്ടിരുന്ന ഒരു വിഷയമാണ് നമ്മളുടെ ഈ ഒരു റോഡ്. അപ്പം നമ്മൾ ഇരിക്കുന്ന സ്റ്റുഡിയോയോട് ചേർന്ന് തുടങ്ങി കുർബാനി, ദേശീയപാത കുർബാനിയിൽ അവസാനിക്കുന്ന മാനവേദൻ രാജ റോഡ് അല്ലെങ്കിൽ തോക്കാമ്പാറ റോഡ്. ഈ റോഡ് വളരെയേറെ നേരത്തെ ഒരു 4 വരി പാത എന്ന രൂപത്തിലൊക്കെ കഴിഞ്ഞ ബജറ്റിലൊക്കെ അതിൻ്റെ ഒരു പരിഗണനയൊക്കെ വന്നൊരു കേസാണ്. പക്ഷേ സ്ഥലം വിട്ടുകൊടുക്കേണ്ട വിഷയം വന്നതോടെ ചുരുങ്ങി, പിന്നെ അതൊരു 3 കോടിയോ എന്നൊരു എസ്റ്റിമേറ്റിലേക്ക് ഒതുങ്ങി. എന്നാലും കുറേ ആളുകൾ സ്ഥലം വിട്ടുകൊടുത്തു. ആര്യശാല, അതുപോലെ തന്നെ കുറേ വീടുകൾ പുലിക്കോട്, ചങ്കോട്ടിക്കോട് ജുമാ മസ്ജിദ്, അതുപോലെ തന്നെ അവിടുത്തെ ഒരു ക്രിസ്ത്യൻ പള്ളി, ഇവരെല്ലാം വിട്ടു, രാജാസ് സ്കൂൾ, ഇവരെല്ലാം വിട്ടുകൊടുത്ത ഒരു ജനകീയ കൂട്ടായ്മയിലാണ് ആ റോഡ്. താങ്കളെ ശ്രദ്ധപ്പെട്ടിട്ടുണ്ടാവും, താങ്കൾ കൂടെ ഇടപെട്ട വിഷയമായതുകൊണ്ട്. ഇനിയിപ്പോൾ അവരുടെ ഒരു വിഷയം വരികയാണെങ്കിൽ ജനങ്ങൾക്ക് ഇപ്പോൾ മതിൽ മരാമത്ത് ഉണ്ടാക്കി കൊടുക്കും എന്ന് പറയുന്നുണ്ട്. ഈ 3.5 മീറ്റർ വിട്ടുവിടുക എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു നഗരസഭയുടെ നടപടിക്രമമൊക്കെ വരുന്നുണ്ട് പുതിയൊരു വീട് വയ്ക്കുമ്പോൾ.
പക്ഷെ സ്ഥലമില്ലാത്തവർ പോലും സ്ഥലം അതിന് വിട്ടുകൊടുത്തിട്ടുണ്ട്. ഈ നടപടിക്രമങ്ങൾക്കൊക്കെ എന്തെങ്കിലും അളവ് ചെയ്തു കൊടുക്കാൻ കഴിയുമോ? അതായത് ഇപ്പോൾ അവർക്ക് ഉള്ള സ്ഥലമാണ് അവർ വിട്ടുകൊടുത്തത്, ഇനിയിപ്പോൾ അവർക്ക് ആ 3 അടി വിട്ടിട്ട് റോഡ് അതിൻ്റെ പുതിയൊരു വീട് വെക്കുമ്പോൾ ഉണ്ടാകുന്ന സാങ്കേതിക പ്രശ്നങ്ങളാണ് ഞാൻ പറഞ്ഞത്. അത് ഒഴിവാക്കി കൊടുക്കാൻ എന്തെങ്കിലും രീതിയിൽ ചെയ്യാൻ കഴിയുമോ? അല്ല, അതിന് വളരെ സന്തോഷകരമായ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ആ റോഡ് പിന്നെ നല്ല രീതിയിൽ ഉണ്ടാക്കണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് സ്ഥലം, കാരണം ഒട്ടനവധി ആളുകളുടെ താമസ സ്ഥലവും കൊണ്ടും ഒക്കെ നിൽക്കുന്ന ആളുകളല്ലേ. അപ്പോൾ അത് നമുക്ക് പറ്റങ്ങ് ഇല്ലാതാക്കിക്കൊണ്ട് അങ്ങനെ റോഡ് കൊണ്ടുപോകാൻ കഴിയില്ലല്ലോ. അപ്പോൾ അവരുടെ ഒരു സഹായമാണ് നമ്മൾ തേടിയത്. അതിൽ നമ്മൾ ആ റോഡ് ഒരു പരമാവധി പിന്നെന്താണ് സുഖകരമായി അതിലൂടെ 2 വാഹനങ്ങൾക്ക് കടന്നു പോകാൻ പറ്റാവുന്ന തരത്തിൽ അവിടുത്തെ ആളുകൾ വളരെ നല്ല നിലക്ക് അതിനോട് സഹകരിച്ചു എന്നതാണ് ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യം. അവരുടെ സ്ഥലം, വീടിന്റെ മതിൽ പൊളിച്ച് സൈഡ് പൊളിച്ച് ഒക്കെ പരമാവധി ആളുകൾ അവിടെ സഹായിച്ച് പിന്നെന്താണ് റോഡ് കഴിയാവുന്നിടത്തോളം വീതി കൂട്ടിക്കൊണ്ട് മുന്നോട്ട് പോകാൻ സഹായിച്ചു എന്നത് വല്ലാത്ത സന്തോഷകരമായ കാര്യമാണ്. ഇനിയിപ്പം അങ്ങനെ ഏതെങ്കിലും ഒക്കെ പുതുതായി വീട് ഇതിനോട് അടുത്ത് തന്നെ ഉണ്ടാക്കുന്ന ഒരു സാഹചര്യത്തിനുള്ള ഒരു സംഗതി അവിടെ ഉണ്ടോ എനിക്കറിയില്ല. ഉണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അത് പിന്നെ മുനിസിപ്പാലിറ്റിക്കും ഒക്കെ ഉള്ള ഒരു പരിഗണനയിൽ വരേണ്ടുന്ന കാര്യമാണ്. പിന്നെ അത് മുനിസിപ്പാലിറ്റിയുടെ നിയമത്തിനും ഒക്കെ അനുസരിച്ച് വരേണ്ടുന്ന കാര്യമാണ്. അതേത് തരത്തിലാണെങ്കിൽ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുള്ള ആളുകൾ അതിന്റെ ഭാഗത്ത് ഇല്ലെന്നാണ് എൻ്റെ ധാരണ. ഉണ്ടെങ്കിൽ മുനിസിപ്പാലിറ്റിയുമായി ആലോചിച്ച് അവർക്ക് കഴിയാവുന്നത് ഏത് തരത്തിലാണോ ചെയ്യാൻ പറ്റുമോ എന്ന് പരിശോധിക്കാവുന്നതാണ്. അതിന് ആളുകൾ ഉപദ്രവിക്കണമെന്നല്ലല്ലോ നമ്മുടെ മനസ്സിൽ. നമ്മളെ സഹായിച്ച, നാട്ടുകാർക്ക് ഉള്ള ഒരു ഗുണത്തിന് വേണ്ടി സഹായിച്ച ആളുകളെ ദ്രോഹിക്കുക എന്നൊരു നിലപാട് ഒരിക്കലും ഒരു ഭരണകൂടം എടുക്കാൻ പാടില്ല. അത് സാങ്കേതികമായ നിലപാടുകളും നയങ്ങളും ഒക്കെ ഉണ്ടാകാം. പക്ഷെ അവിടെ നിയമം ജനങ്ങൾക്ക് വേണ്ടി, സമൂഹത്തിന് വേണ്ടി, നന്മയ്ക്ക് വേണ്ടി വ്യാഖ്യാനിക്കുക എന്നൊരു നിലപാടിലേക്ക് ഭരണാധികാരികളും ഉദ്യോഗസ്ഥരും ഒക്കെ വരണം എന്നതാണ് എന്നെ പോലുള്ള ആളുകൾ, ഞങ്ങളെ പോലുള്ള ആളുകൾ ആഗ്രഹിക്കുന്നത്. അതിനനുസരിച്ച് എന്തെങ്കിലും വളരെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമുക്ക് ഇടപെടാം. അതുപോലെ ഇപ്പോൾ താങ്കൾ MLA ആയതിനു ശേഷം ഇത്രയും കാലത്തിനിടയിൽ ഒന്നും ചെയ്തിട്ടില്ല എന്നൊരു ആക്ഷേപം. ഈ ആക്ഷേപം ഉന്നയിക്കുന്നത് ഒന്നും ചെയ്യാൻ താങ്കൾക്ക് സാധിച്ചിട്ടില്ല. ഈ ആക്ഷേപം ഉന്നയിക്കുന്നത് കഴിഞ്ഞ ഇലക്ഷനിൽ താങ്കളുടെ എതിരാളിയായിരുന്ന NCPയുടെ ദേശീയ സെക്രട്ടറി കൂടിയായിരുന്ന NA മുഹമ്മദ് കുട്ടി ഇതേ ചാനലിൽ ഇതുപോലെ ഉള്ള ഒരു പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് പറഞ്ഞതാണ്. എങ്ങനെ ഈ ആരോപണത്തെ എങ്ങനെ നേരിടുന്നു? അദ്ദേഹം കോട്ടക്കൽ മണ്ഡലത്തിൽ എല്ലായിടത്തും പോകാത്തത് കൊണ്ടും അല്ലെങ്കിൽ എല്ലാവരെയും ബന്ധപ്പെടാത്തത് കൊണ്ടും ഒക്കെ ഉണ്ടാകുന്നൊരു അജ്ഞത മൂലമായിരിക്കാം. അത് ഇവിടുത്തെ ജനങ്ങൾ പറയില്ല, ഇവിടുത്തെ പഞ്ചായത്തുകാർ പറയില്ല, നാട്ടുകാർ പറയില്ല. ഈ ഒരു ഭരണ കാലഘട്ടത്തിനിടക്ക് ഒരു പ്രതിപക്ഷ മെമ്പർ എന്നുള്ള നിലക്ക് ഇവിടെ നിന്നുകൊണ്ട് പിന്നെ പരമാവധി കാര്യങ്ങൾ പിന്നെ നമ്മുടെ ഈ കാലഘട്ടങ്ങളിൽ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ചും ഗവൺമെൻറ് സഹായം ഉപയോഗിച്ചും ചെയ്യാൻ ഒട്ടേറെ സംഗതികൾ പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അവിടെ ഇപ്പോൾ നമ്മുടെ മുന്നിൽ തന്നെ ഉണ്ടല്ലോ പിന്നെന്താണ് കോട്ടക്കൽ പെങ്ങളി പറഞ്ഞ തൊക്കമ്പറ റോഡ്, ആ റോഡ് പൂർത്തീകരിച്ചു കഴിഞ്ഞു. അവിടെ നിന്ന് ചങ്കുവെട്ടിൽ നിന്ന് മലപ്പുറം വരെയുള്ള റോഡ് 4 ലൈനാക്കി പിന്നെ ലബീതി കൂട്ടി റബ്ബറൈസ്ഡ് ചെയ്ത് ഏകദേശം 19 കോടി രൂപ ചെലവഴിച്ചാണ് പിന്നെ എന്താണ് ആ റോഡ് ഇപ്പം പൂർത്തീകരിച്ചിട്ടുള്ളത്. ഇവിടെ ഈ മണ്ഡലത്തിൻ്റെ എല്ലാ പഞ്ചായത്തുകളും മിക്കവാറും സ്ഥലങ്ങളിൽ ഇപ്പം നമുക്ക് വട്ടപ്പാറ പിന്നെന്താണ് കാടാമ്പുഴ റോഡ്, ഇപ്പം അവിടെ പിന്നെന്താണ് പിന്നെ കാടാമ്പുഴയിൽ നിന്ന് കോണിക്കൽ വഴി അവിടെ പാങ്ങച്ചെണ്ടിയിലേക്ക് പോകുന്ന ആ റോഡ്, പിന്നെ അങ്ങനെ ഒട്ടനവധി റോഡുകൾ പിന്നെ ഇപ്പം പണി പൂർത്തീകരിച്ചതുണ്ട്, ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നതുണ്ട്. വാളാഞ്ചേരി അങ്ങാടിപ്പുറം റോഡ് പിന്നെന്താണ് അത് പൂർത്തീകരിച്ചു. ഒരുപാടേറെ റോഡുകൾ ഞാനത് എണ്ണി പറയുന്നില്ല. ഒരുപാടേറെ റോഡുകൾ ഞാൻ ഈ പറഞ്ഞ പിന്നെ കഞ്ഞിപ്പുരം ഊടാൽ ബൈപ്പാസിന്റെ ഈ അപ്പുറത്തുള്ള ഭാഗത്ത് 40 ലക്ഷം രൂപ ചെലവഴിക്ക് ആളുകൾക്ക് ഗുണപരമായി ചെയ്തു കൊടുത്തത്. അപ്പോൾ റോഡിന്റെ കാര്യത്തിൽ പ്രാദേശിക വികസന ഫണ്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ടും ആസ്തി വികസന ഫണ്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ടും ഒട്ടനവധി റോഡുകൾ നമുക്ക് പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടുണ്ട്. റോഡുകളുടെ കാര്യത്തിൽ പിന്നെ എന്താണ് ഇപ്പോൾ കുടിവെള്ള പദ്ധതിയുടെ കാര്യങ്ങളിൽ ഈ പിന്നെന്താണ് ഇത് ഉലകം പിന്നെ പൊന്മള പഞ്ചായത്തിൽ ഇത് കമ്മീഷനിങ്ങിലേക്ക് പോവുകയാണ്. മാറാക്കര പഞ്ചായത്തിലെ കുടിവെള്ള പദ്ധതി കമ്മീഷൻ ചെയ്ത് അതിൻ്റെ കുടിവെള്ളം സപ്ലൈ ചെയ്ത് കഴിഞ്ഞു. പിന്നെ അങ്ങനെ ഇരുമ്പുളിയം പഞ്ചായത്ത്, ഇരുമ്പുളിയം വളാഞ്ചേരി എടയൂർ പഞ്ചായത്തിലേക്കുള്ള പുതിയ പദ്ധതി 75 കോടി രൂപയുടെ പദ്ധതി പിന്നെന്താണ് ഉണ്ടാക്കി DPR സംബന്ധിച്ച് ടെൻഡർ നടപടി പൂർത്തീകരിച്ചു കഴിഞ്ഞു. പിന്നെ നമ്മൾ ഇവിടെ ഇപ്പം നിങ്ങളുടെ തൊട്ട് മുമ്പിലുള്ള ഇത് രാജാ സ്കൂളിൽ 3 കോടി രൂപയുടെ വർക്ക് പൂർത്തീകരിച്ച് അത് പൂർത്തീകരിക്കാൻ പോകുന്നു. ഞാൻ സൂചിപ്പിച്ചല്ലോ, അവിടെ ഒരു നീന്തൽക്കുളം പുതുതായി ഉണ്ടാക്കാൻ ഗവൺമെൻറ് മുമ്പിൽ പ്രപ്പോസൽ കൊടുത്തിട്ടുണ്ട്, നടപ്പിലാകുമെന്നാണ് പ്രതീക്ഷ.
ഇവിടെ തൊട്ടടുത്ത് നായടിപ്പാറയിലെ സ്കൂൾ 2.5 കോടി രൂപയുടെ പണി പൂർത്തീകരിച്ച് നടന്നുകൊണ്ടിരിക്കുന്നു. തൊട്ടപ്പുറത്തുള്ള LP സ്കൂളിൽ 1 കോടി രൂപയുടെ പണി പൂർത്തീകരിച്ചാലാവശ്യമായ നടപടികളുമായി മുന്നോട്ട് പോകുന്നു. പേരശ്ശന്നൂർ സ്കൂളിൽ 5 കോടി രൂപയുടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നു. പറങ്കിമുച്ചിക്കൽ അവിടെ സ്കൂളിൽ, അങ്ങനെ വിദ്യാഭ്യാസ രംഗത്ത് ഒട്ടനവധി സ്കൂളുകളിൽ പിന്നെ ആ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇവിടെ എല്ലാ ഗവൺമെന്റ് സ്കൂളുകളിലും ബസ്സുകൾ ഏകദേശം 14 ബസ് ഈ എല്ലാ സ്കൂളുകളിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും വളരെ സന്തോഷത്തിലാണ്. കുട്ടികൾ നിങ്ങൾ ഇവിടുത്തെ സ്കൂളുകളിൽ പോയി കണക്കൊന്നെടുക്കാൻ വേണം അദ്ദേഹത്തോട്. എല്ലാ സ്കൂളുകളിലും കുട്ടികളുടെ എണ്ണം കൂടി, പുതിയ ബസ് വേണം എന്ന് പറയുന്ന ആവശ്യവും പുതിയ ക്ലാസ് റൂം വേണമെന്ന് പറയുന്ന ആവശ്യവും ഉന്നയിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. രാഷ്ട്രീയ പ്രേരിതമാണ് സംശയം. നമ്മൾ വികസന ഞാനതിൽ അത്തരം ഒരു കാര്യങ്ങളിൽ ഒരു രാഷ്ട്രീയമായ ഒരു അധിക്ഷേപത്തിന് നിന്ന ആളല്ല ഞാൻ. വികസനം എല്ലാവർക്കും വേണം. അതിന് ഒരു വ്യത്യസ്തത കാണേണ്ടത് കാര്യമില്ല. അത് അദ്ദേഹത്തിന്റെ ആക്ഷേപത്തോട് ചേർത്ത് പറയുന്നതാണ്. അദ്ദേഹത്തിന്റെ ആക്ഷേപമല്ല എങ്കിൽ പോലും ആക്ഷേപത്തോട് ചേർത്ത് പറയുന്നു. ഇവിടുത്തെ ഇടതുപക്ഷത്തിന്റെ നേതാക്കൾ, CPM-ന്റെ നേതാക്കൾ പൊതുവെ പറയുന്നത് താങ്കൾ കോട്ടക്കൽ നഗരസഭ കേന്ദ്രീകരിച്ച് കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, അതെല്ലാം ഇടതുപക്ഷത്തിൻ്റെ ഒരു ഇടപെടൽ കൂടി അതിലുണ്ടായതുകൊണ്ട് അതിൻ്റെ ഫോളോ അപ്പ് ഇടതുപക്ഷം നടത്തുന്നു, താങ്കൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് നിൽക്കുന്നു എന്ന രൂപത്തിലാണ് CPM പറയുന്നത്. മറ്റ് പഞ്ചായത്തുകളിലൊന്നും അതുപോലെ തന്നെ വളാഞ്ചേരി പോലുള്ള മുനിസിപ്പാലിറ്റിയിലൊന്നും കാര്യമായിട്ടൊന്നും ചെയ്യാൻ താങ്കൾ സാധിച്ചില്ല എന്നൊരു ആക്ഷേപമാണ് CPM ഉന്നയിക്കുന്നത്. എങ്ങനെയാണ് അതിനോട് പറയുന്നത്? ഇരുമ്പളിയം കുടിവെള്ള പദ്ധതി ഇവിടെ കോട്ടക്കൽ മുനിസിപ്പാലിറ്റിയിലല്ലോ, വളാഞ്ചേരി അങ്ങാടിപ്പുറം റോഡ് കോട്ടക്കൽ മുനിസിപ്പാലിറ്റിയിലല്ലോ. ആർദ്രം പദ്ധതി മാറക്കര പഞ്ചായത്തിൽ പൂർത്തീകരിച്ചു, എടയൂർ പഞ്ചായത്തിൽ പൂർത്തീകരിച്ചു, കോട്ടക്കൽ മുനിസിപ്പാലിറ്റിയിലുണ്ട്. താലൂക്ക് ആശുപത്രി ഡെവലപ്മെന്റ് നടന്നുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. ഇതൊന്നും നമ്മൾ കുളമംഗലം കരേക്കാട് റോഡ് പൂർത്തീകരിച്ചു. അപ്പം എങ്ങനെ പറയും, കോട്ടക്കൽ മുനിസിപ്പാലിറ്റിയിൽ മാത്രമാണ്. വളാഞ്ചേരിയിൽ മുനിസിപ്പാലിറ്റിക്ക് കെട്ടിടം ഉണ്ടാക്കുന്നതിന് വേണ്ടി 20% സംഖ്യ അനുവദിച്ചിട്ടുണ്ട്. 2 കോടി രൂപയോളം വെച്ച് അതിൻ്റെ 20% അനുവദിച്ചിട്ടുണ്ട്. മുനിസിപ്പാലിറ്റിക്ക് മലപ്പുറം കോട്ടക്കൽ മുനിസിപ്പാലിറ്റിയിൽ പുതിയ മിനി സിവിൽ സ്റ്റേഷൻ ഉണ്ടാകുന്നത്. ഇന്നലെ അതിൻ്റെ മീറ്റിംഗ് ഉണ്ടായിരുന്നു. ആ മീറ്റിംഗിൽ അതിൻ്റെ പ്രവർത്തനങ്ങളുടെ അവരുടെ ആക്ഷേപം അവർ പറയുന്നത് CPM കൃത്യമായിട്ട് കോട്ടക്കൽ നഗരസഭയിൽ CPM-ആയിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യുന്നു, അത് CPM-ആയിട്ട് ഫോളോ അപ്പ് ചെയ്യുന്നു, അത് അവസാനം വരുമ്പോൾ അത് താങ്കളുടെ ക്രെഡിറ്റിലേക്ക് മാറുന്നു, താങ്കളത് ഏറ്റെടുക്കുന്നു എന്ന രൂപത്തിലുള്ള ആക്ഷേപമാണ്. അല്ല, അത് ഭരണം അവരുടെ കയ്യിലാണ് എന്നുള്ളത് കൊണ്ട് അവർ നടത്തി കൊണ്ടുവന്നു പറയുന്നതിന് കോട്ടക്കൽ മുനിസിപ്പൽ മറ്റൊരു അവകാശപ്പെടുന്നില്ലല്ലോ. അങ്ങനെ പേരശ്ശന്നൂർ സ്കൂളിൽ അങ്ങനെ ഒരു അവകാശമാകുന്നില്ല. അപ്പൊ നിള പാർക്ക് അവിടെ 3 കോടി രൂപയുടെ ഒരു വർക്ക്, അതിന്റെ പ്രോജക്റ്റ് ആക്കി അത് പൂർത്തീകരിച്ച് അതിന്റെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതൊരു വേണ്ടാത്ത തരത്തിലുള്ള പറച്ചിലൊന്നല്ലാണ്ട് മറ്റൊന്നും ഞാനതിൽ കാണുന്നില്ല. അതുപോലെ തന്നെ താങ്കളുടെ ഈ പ്രവർത്തന രംഗത്ത് ഉള്ളൊരു വിഷയങ്ങൾ പറയുമ്പോൾ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള പിന്തുണ സ്വാഭാവികമായിട്ടും താങ്കൾക്ക് വേണ്ടിവരും. ഇപ്പോൾ കോട്ടക്കൽ മണ്ഡലത്തിൽ ഭൂരിഭാഗവും ഒരു എടയൂർ പഞ്ചായത്ത് മാത്രമാണ് ഇടതുപക്ഷം ഭരിക്കുന്നത് എന്നാണ് എൻ്റെ അറിവ്, അല്ലേ? ബാക്കിയെല്ലാം UDF ആണ്. ഈ എല്ലാ കോട്ടക്കൽ വളാഞ്ചേരി 2 നഗരസഭകൾ, ബാക്കിയെല്ലാം പഞ്ചായത്താണ്. എല്ലാ തദ്ദേശഭരണ സ്ഥാപനങ്ങളുടെ ഭാഗത്തുനിന്നും പൂർണ്ണ പിന്തുണ താങ്കൾ ലഭിക്കുന്നുണ്ടോ? പൂർണ്ണമായും പിന്തുണ ലഭിക്കുന്നുണ്ട്. എല്ലാ തരത്തിലും പൂർണ്ണമായ പിന്തുണ ലഭിക്കുന്നുണ്ട്. അതിന് എവിടെയും നമ്മൾ പരസ്പരം ഒരു ഏറ്റുമുട്ടലിന്റെ പാതയിൽ എവിടെയുമില്ല. ഒരു പഞ്ചായത്തും സ്വാഭാവികമായിട്ടും നേരത്തെയൊക്കെ വന്ന വിഷയങ്ങൾ MLA തീരുമാനങ്ങൾ എടുക്കുന്നു, ഞങ്ങൾ അറിയുന്നില്ല എന്നൊക്കെയുള്ള അങ്ങനെ ഒരു സ്പഷ്ടമേ ഇപ്പൊ ഇല്ല. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ MLA-യുടെ ആസ്തി ഫണ്ടുമായും പ്രാദേശിക വേണ്ടുമ്പോൾ അങ്ങനെ ഒരു പ്രശ്നവും പ്രയാസവും ഉണ്ടാകുകയാണെങ്കിൽ ഉണ്ടാകേണ്ടത് നമ്മളത് അവരെ വിശ്വാസത്തിലെടുത്ത് അവരുടെ അഭിപ്രായങ്ങൾ ആരാഞ്ഞ് അവർ തരുന്ന പദ്ധതികൾ നടപ്പിലാക്കാൻ ആവശ്യമായ നടപടികളുമായാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അവിടെ ഒരു കോൺഫ്ലിക്റ്റിന്റെ കാര്യമില്ലല്ലോ, ഒരു കോൺട്രഡിക്ഷന്റെയും കോൺഫ്ലിക്റ്റിന്റെയും കാര്യം അവിടെ ഇല്ല. എല്ലാവരും പരിപൂർണമായ സഹകരണത്തോടു കൂടി തന്നെ മുന്നോട്ട് പോകുന്നു. അവരവരുടേതായ പ്രവർത്തനങ്ങൾ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ താങ്കൾ വളരെ കാലം അക്കാദമിക് രംഗത്ത് പ്രവർത്തിച്ചൊരു വ്യക്തിയാണ്. ഒരുപക്ഷെ രാഷ്ട്രീയത്തിൽ ആ സമയത്ത് രാഷ്ട്രീയത്തിൽ ഉണ്ടായിരിക്കാം, പക്ഷേ പൊതുപ്രവർത്തന ഒരു MLA എന്ന രൂപത്തിലൊക്കെ വരുന്നത് ഈ അക്കാദമിക് രംഗത്ത് നിന്നൊക്കെ കഴിഞ്ഞതിന് ശേഷം, ആ ഒരു വിരമിച്ചതിന് ശേഷമാണ്. എങ്കിൽ പോലും ഈ രംഗത്ത് പ്രവർത്തിച്ചിരുന്ന, ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിച്ചിരുന്ന വ്യക്തി എന്ന നിലയിൽ ഉള്ള ഒരു ചോദ്യമാണ്, ഈ പൊതുവിദ്യാഭ്യാസം സംരക്ഷിക്കാൻ സംസ്ഥാന സർക്കാർ കുറേ പദ്ധതികൾ നടപ്പാക്കുന്നു, അതിൻ്റെ ഒരു ഗുണഫലങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പോൾ
ജില്ലയിലടക്കം ഏറ്റവും കൂടുതൽ അനേക സ്ഥാപനങ്ങളുള്ള മലപ്പുറം ജില്ലയിലടക്കം പൊതുവിദ്യാലയങ്ങളിലെ കുട്ടികളുടെ വർധനവ്, ഇതിനെങ്ങനെയാണ് താങ്കൾ കാണുന്നത്, എങ്ങനെയാണ് അതിൻ്റെ സമീപിക്കുന്നത്? പൊതുവിദ്യാലയങ്ങളുടെ വർധനവ് ഗവൺമെന്റ് വിദ്യാഭ്യാസ ശാക്തീകരണ യജ്ഞത്തിന്റെ ഭാഗമായി മാത്രമാണ് നമുക്ക് പറയാൻ കഴിയില്ല. ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, കാരണം ഇന്നത്തെ ഒരു സാമ്പത്തിക സ്ഥിതി നമ്മൾ നോക്കണം. ഗൾഫിൽ നിന്നുള്ള വലിയ ഒരു പിന്നെ തിരിച്ചുവരവ് നാട്ടിൽ നടന്നു. ആ തിരിച്ചുവരവ് വന്നുകൊണ്ട് അവിടെ കുട്ടികളെ ചേർക്കാനോ അവർക്ക് അവിടെ പഠിപ്പിക്കാനോ കഴിയാതെ വന്ന ഒരവസ്ഥാവിശേഷത്തിൽ അവരൊക്കെ നാട്ടിലേക്ക് വന്നു. അവരുടെയൊക്കെ കുട്ടികളെ ഇവിടെ പിന്നെ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ചേർക്കുന്നതിന് ആവശ്യമായ നടപടികൾ മുന്നോട്ട് പോകേണ്ടി വന്നവർക്ക് സാമ്പത്തികമായി നോട്ട് നിരോധനവും അതുപോലെ തന്നെ വേദികളിലുണ്ടായ മാറ്റങ്ങൾ മൂലം വലിയൊരു സാമ്പത്തിക പ്രയാസം ഇവിടെ കുടുംബങ്ങൾക്കിടയിൽ വന്നപ്പോൾ നമ്മുടെ സാധാരണ കുടുംബങ്ങളിലുള്ള ഒട്ടനവധി കുട്ടികൾ പ്രൈവറ്റ് സ്കൂളുകളിൽ കുട്ടികളെ കൊണ്ടുപോകും. അതൊരു ക്രേസി ആയിരുന്നു. ആ ക്രേസിന്റെ പുറത്ത് ഒരു ടൈ, പിന്നെ ഷോർട്സ്, അതുപോലെയുള്ള ആ ഒരു നല്ലൊരു പിന്നെ കാണുന്നതിനുള്ളൊരു ചന്തം, ഇതൊക്കെ വെച്ചിട്ട് അതും എൻ്റെ കുട്ടിക്ക് എന്തുകൊണ്ട് അങ്ങനെ ആയിക്കൂടെ, അല്ലെങ്കിൽ ഇംഗ്ലീഷ് മീഡിയം അതാണ് എന്നുള്ള ഒരു സങ്കല്പത്തിന്റെ ഭാഗമായി പിന്നെ കുറെ ആളുകൾ അങ്ങനെ പ്രൈവറ്റ് സ്കൂളുകളിൽ കൊണ്ടുപോയി ചേർത്തിരുന്നു. സാമ്പത്തികമായി ഒരു പരാധീനത വന്നുകൊണ്ടും അവരുടെ ഒരു പിന്മാറ്റമാകാതെ വന്നു. ഒപ്പം പിന്നെന്താണ് ഇംഗ്ലീഷ് മീഡിയം എല്ലാ LP സ്കൂളുകളിലും ഗവൺമെന്റ് എയ്ഡഡ് സ്കൂളുകളിലും പിന്നെന്താണ് ഇംഗ്ലീഷ് മീഡിയം ക്ലാസ്സുകൾ ആരംഭിച്ചു. യൂണിഫോമിന്റെ കാര്യത്തിൽ ആരും തിരിച്ചറിയാൻ കഴിയില്ല, പൊതുവിദ്യാലയമാണോ പൊതുവിദ്യാലയങ്ങൾ. അപ്പം ആ ഒരു തരത്തിൽ അതിന് ജനങ്ങളുടെ വലിയൊരു സപ്പോർട്ടുമുണ്ട് സമൂഹത്തിന്. കാരണം എല്ലാവരും ഇത് കേന്ദ്രീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരു ശ്രമം നടത്തി. അതൊരു നല്ലൊരു മുന്നേറ്റം തന്നെയല്ലേ? നല്ലൊരു മുന്നേറ്റമാണ്. ഇല്ലാത്തവനും ഉള്ളവനും ഇല്ലാത്തവനും വളരെ വ്യാപകമായിരുന്നു. ഒരു സാധാരണക്കാരന്റെ കുട്ടി യൂണിഫോം ഇട്ട് പോകുമ്പോ കാണുന്ന ഒരു സങ്കടം, ഇന്ന് ആ സങ്കടം അല്ലെങ്കിൽ ആ വിഷമൊന്നും ഇല്ല കുട്ടികൾക്ക്. ഇല്ല, അത് നമ്മുടെ കേരളത്തിനൊരു പ്രത്യേകത അതാണല്ലോ. ഈ പൊതുവിദ്യാലയങ്ങൾ എന്ന് പറയുന്നതാണ് നമുക്കിടയിലുള്ള സൗഹാർദ്ദത്തിന്റെ ഏറ്റവും സുസ്ഥിരമായ ഒരു കേന്ദ്രം. അവിടെ ഒരു വിവേചനം അവിടെ ഇല്ലല്ലോ. പണക്കാരനാണോ വലിയവനാണോ ചെറിയവനാണോ എന്നുള്ള വിവേചനം അവിടെ ഇല്ലല്ലോ. പൊതുവിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക എന്നത് സമൂഹത്തിന്റെ ആവശ്യമാണ്. ആ ആവശ്യം പരിഗണിച്ചുകൊണ്ട് ഉള്ള ഒരു പ്രവർത്തനത്തിന് ചുക്കാൻ പിടിക്കാൻ ഗവൺമെന്റും. വിദ്യാഭ്യാസ മന്ത്രിക്ക് ഈ കാര്യത്തിൽ എത്ര റോൾ? വിദ്യാഭ്യാസ മന്ത്രി, ഞാൻ വ്യക്തിപരമായി ചോദിക്കുന്നത്, വിദ്യാഭ്യാസ മന്ത്രി രാഷ്ട്രീയക്കാരനാണെങ്കിലും CPM-കാരനാണെങ്കിലും CPM-കാരനായിട്ട് ജയിച്ച് MLA ആയ ആളാണെങ്കിലും അദ്ദേഹത്തെ ഒരു രാഷ്ട്രീയ പരിപാടികൾ കാണാറില്ല. അദ്ദേഹം കൃത്യമായിട്ട് ആ ഒരു കാര്യം ചെയ്യുന്നു. അദ്ദേഹം വിദ്യാഭ്യാസ മേഖലയിൽ അദ്ദേഹത്തിനൊരു കാഴ്ചപ്പാടുണ്ട്. ആ കാഴ്ചപ്പാടിന്റെ ഭാഗമായി അദ്ദേഹം ആഗ്രഹിക്കുന്ന ഒരുപാടേറെ പദ്ധതികളും പരിപാടികളും നടപ്പിലാക്കാനുള്ള ശ്രമമാണ് അദ്ദേഹം നടത്തുന്നത്. അതിന് ഗവൺമെന്റ് പിന്തുണയും നൽകുന്നുണ്ട്, സ്വാഭാവികമായുള്ള പിന്തുണ നൽകുന്നുണ്ട്. ആ ഒരു പിന്തുണയുടെ ഭാഗമായി അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകും. ഒരു അക്കാഡമിഷ്യൻ എന്നുള്ള നിലക്ക് ഞാൻ അദ്ദേഹം രണ്ടാളും കോളേജുകളിൽ ജോലി ചെയ്യുന്ന ആളുകളാണ്, നേരത്തെ പരിചയമുണ്ട്. പിന്നെ അദ്ദേഹം ജനകീയാസൂത്രണത്തിന് പ്രവർത്തനം വിദ്യാർത്ഥി പ്രസിഡന്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ തരങ്ങളിലൊക്കെയുള്ള ബന്ധങ്ങളൊക്കെ ഉണ്ട്, കോളേജുമായുള്ള ബന്ധങ്ങളിലുണ്ട്. അപ്പോൾ ഒരു അക്കാഡമിഷ്യൻ എന്നുള്ളത് ഞാനും അദ്ദേഹവുമായി ഞങ്ങൾ പരസ്പരം ബന്ധപ്പെടാറും ചർച്ച ചെയ്യാറും പിന്നെന്താണ് വിശകലനം ചെയ്യാറുമുണ്ട്. അപ്പം ആ ഒരു നല്ല അക്കാഡമിഷ്യൻ എന്നുള്ള നിലക്ക് അദ്ദേഹത്തിനുള്ള ഒരു ആഗ്രഹങ്ങളുടെ പൂർത്തീകരണത്തിനുള്ള നല്ല ശ്രമം അദ്ദേഹം നടത്തുന്നുണ്ട് എന്ന് പറയാം. എല്ലാ മന്ത്രിമാരെയും MLA-മാരെയും ഒരു രാഷ്ട്രീയ പാർട്ടി പരിപാടികൾ കാണാറുണ്ട്. വിദ്യാഭ്യാസ മന്ത്രി പല പരിപാടികളും CPM-ന്റെ ഒരു പരിപാടികളിൽ കാണാറില്ല. അത് അപൂർവമായിട്ടാണ് ഞാൻ വ്യക്തിപരമായിട്ട് പറയുന്ന കാര്യമാണ്. അതൊരു ഒരുപക്ഷെ ഈ കുറച്ചുകൂടി ഒരു താല്പര്യം ഈ കാര്യങ്ങളിൽ എടുക്കുന്നത് കൊണ്ടായിരിക്കാം. ഇപ്പോൾ കഴിഞ്ഞ ഇലക്ഷൻ, ലോക്സഭാ ഇലക്ഷൻ കഴിഞ്ഞു, പുതിയ സർക്കാർ അധികാരത്തിൽ വന്നു. അതിൽ BJP വീണ്ടും അധികാരത്തിൽ വന്നു. പക്ഷെ അതിൽ കേരളത്തെ സംബന്ധിച്ച് UDF-യുടെ മുന്നേറ്റം ഉണ്ടായി. മുന്നേറ്റം രാഹുൽ ഇഫക്റ്റ് ആണെന്ന് പറയുന്നുണ്ട്. എന്താണെങ്കിലും LDF സർക്കാരിനെതിരെയുള്ള നെഗറ്റീവ് വോട്ടുകളാണ് എന്ന് പറയും, സർക്കാരിനെതിരെയുള്ള നെഗറ്റീവ് വോട്ടുകളാണ് എന്ന് പറയുന്നുണ്ട്. എന്താണ് മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി എന്ന നിലയിൽ UDF കേരളത്തിൽ മുന്നേറ്റം ഉണ്ടാക്കാനുണ്ടായ സാഹചര്യം? ഞാൻ അതിലേക്ക് വരുന്നതിന് മുമ്പ് വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടായ ഒരു സംഗതി കൂടി പൂർത്തീകരിക്കട്ടെ. നമ്മൾ ചെയ്തു വെച്ച കാര്യങ്ങളിൽ നമ്മുടെ ഈ മണ്ഡലത്തിലെ പിന്നെ 2 പഞ്ചായത്തുകളിൽ കേരഗ്രാമം പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് കർഷകർക്ക് ആവശ്യമായ നടപടികൾ സ്വീകരിച്ച് മുന്നോട്ട് പോകുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ കാടാമ്പുഴ പോലീസ് സ്റ്റേഷൻ പൂർത്തീകരിച്ചു വരുന്നു. ഫയർ സ്റ്റേഷൻ കോട്ടക്കൽ പ്രദേശത്തെ ഏറ്റവും വലിയൊരു ആവശ്യമായി എന്നും ആളുകൾ പറഞ്ഞിരുന്നതാണ്. അതിന് സ്ഥലം വിട്ടു നൽകി അതിൻ്റെ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ഉള്ള ഒരു നിലപാടുകളുമായി മുന്നോട്ട് പോകാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്.
പിന്നെ എന്താണ് നിള പാർക്കുമായി ബന്ധപ്പെട്ട കാര്യം ഞാൻ സൂചിപ്പിച്ചു. അങ്ങനെ ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ ഇതിനനുബന്ധമായി പിന്നെന്താണ് നമ്മൾ നടത്തപ്പെട്ടിട്ടുണ്ട്. ചെറിയ വലിയ കാര്യങ്ങൾ, അത്യാവശ്യം കാര്യങ്ങൾ നിലനിൽക്കും. ഒട്ടേറെ മറ്റ് താഴെത്തടിയിൽ ഒരുപാടേറെ വികസനങ്ങൾ, പ്രവർത്തനങ്ങൾ പ്രാദേശിക ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് നടപ്പിലാക്കിക്കൊണ്ടേയിരിക്കുന്നു. ഏകദേശം ഒരു 100-150 സ്ഥലങ്ങളിൽ മിനിമാസ് ലൈറ്റുകൾ സ്ഥാപിച്ച് അങ്ങനെ ആ ഒരു പ്രവർത്തനങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങൾ ചോദിച്ച ചോദ്യം, കേരളത്തിലെ ഈ കഴിഞ്ഞ പൊന്നാനി കേരളത്തിലെ UDF തരംഗമുണ്ടായത് രാഹുൽ എഫക്റ്റ് ആണോ എന്നുള്ള ഒക്കെ തരത്തിലൊരു വിജയത്തിന്റെ ഭാഗമായി രാഹുൽ എഫക്റ്റ് എന്ന് പറയുന്നു. അതുപോലെ തന്നെ രാഹുൽ എഫക്റ്റ് ഒരു പരിധിവരെ UDF സമ്മതിക്കുന്നു. ഇടതുപക്ഷം പറയുന്നത്, ഇടതുപക്ഷം നേരത്തെ അങ്ങനെ ഒരു തരംഗം ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ പോലും പിന്നീട് പറഞ്ഞത് രാഹുലിന്റെ എഫക്റ്റ് ഉണ്ട് എന്നുള്ളതാണ്. പക്ഷേ അത് ഒരിക്കലും സർക്കാരിനെതിരെയുള്ള വികാരമാണ് എന്നുള്ളത് LDF പറയുന്നില്ല. എന്താണ് അതിന്റെ നിലപാട് എന്നുള്ളതാണ്. പക്ഷേ പിന്നെന്താണ്, ആ നിലപാട് പൂർണ്ണമായി ശരിയല്ല. ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച അതിന്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ പിണറായി വിജയൻ തന്നെ പ്രഖ്യാപിച്ചത് ഈ തെരഞ്ഞെടുപ്പിന്റെ പരാജയം ഗവൺമെന്റിന്റെ വിലയിരുത്തലാകും എന്നതായിരുന്നു. അതിലൊക്കെ പിന്നീട് മാറിപ്പോയി. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു തെരഞ്ഞെടുപ്പിന്റെ അത്രമാത്രമുള്ള ഒരു വിജയത്തിന് സുപ്രധാനമായ കാരണം എന്ന് പറയുന്നത് ഈ കഴിഞ്ഞ 3 വർഷകാലത്തെ ഭരണത്തിൽ ഇടതുപക്ഷത്തിന്റെ LDF ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് വന്ന ചില ധിക്കാരപരമായ നിലപാടുകൾ, നിലവിലുള്ള കേരളത്തിലെ സാമൂഹിക വ്യവസ്ഥിതിയോട് എതിരെ നിന്നുകൊണ്ട് നിലപാടുകൾ സ്വീകരിച്ചതിന്റെ ഭാഗമായി ജനങ്ങൾക്കിടയിലുണ്ടായ ഒരു വലിയ പ്രത്യേകിച്ച് ശബരിമല അക്രമ രാഷ്ട്രീയം, അതുപോലെയുള്ള ചില ധിക്കാരപരമായ നിലപാടുകൾ ജനങ്ങൾക്ക് വലിയ പ്രയാസങ്ങൾ ഉണ്ടാകുന്നു. ഇപ്പോൾ കേരളത്തിലെ സാമൂഹിക പാശ്ചാത്യം ഒരു ആക്ടിവിസ്റ്റിനെ കൊണ്ടുപോയി ശബരിമലയിൽ പ്രദർശിച്ചുകൊണ്ട് അവിടെ സ്ത്രീകളെ കയറ്റാൻ ശ്രമിച്ചു എന്ന് പറയുന്ന നിലപാടിലേക്ക് പോകേണ്ടിയിരുന്നില്ല. അപ്പോൾ അത് പോയത് ഈ കേരളത്തിലെ സമൂഹത്തിന്റെ നിലവിലുള്ള ഒരു സന്തുലിതാവസ്ഥയെ തകർക്കുന്ന തരത്തിലായിരുന്നു. അത് ജനങ്ങളിൽ വല്ലാതെ ഏശിയിട്ടുണ്ട്. അത് വലിയ ഭാഗമായി വന്നിട്ടുണ്ട്. ദേശീയ രാഷ്ട്രീയ രംഗത്ത് മോഡി ഉണ്ടാക്കിയ ഒരു വലിയ വിപത്തിനെ തിരിച്ചറിയാൻ കേരള ജനങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ കേരളത്തിലെ പിന്നോക്ക ജനവിഭാഗങ്ങൾ, മതന്യൂനപക്ഷങ്ങൾ, പിന്നെ അതുപോലെ തന്നെയുള്ള ഒട്ടനവധി ആളുകൾ, അത് ജാതി വ്യത്യാസമൊന്നുമില്ല. അപ്പം കേരളത്തിലെ ജാതിയുടെ കണക്ക് നോക്കിയാണോ ഈ തെരഞ്ഞെടുപ്പിന്റെ വിജയപരാജയങ്ങൾ നമുക്ക് വിലയിരുത്താൻ കഴിയുകയല്ലോ. അപ്പോൾ അവിടെ എല്ലാ വിഭാഗം ജനങ്ങളും ആ ഒരു പിന്നെന്താണ് മോദിയുടെ വരവിന്റെ വലിയ ഭവിഷ്യത്തുകളെ തിരിച്ചറിയാനും അതിന് പലപ്പോഴും അറിഞ്ഞോ അറിയാതെയോ അനുഗുണമായി നിൽക്കുന്ന ഇടതുപക്ഷത്തിന്റെ നിലപാടുകളെ എതിർക്കാനും തയ്യാറാകുന്ന ഒരു രാഷ്ട്രീയ നിലപാടാണ് കേരളത്തിലെ ജനതയെടുത്തത്. അത് ഇപ്പൊ നമ്മൾ പിന്നെന്താണ് കേരളത്തിൽ ഇതിന് പിന്നെ തെരഞ്ഞെടുപ്പിലുള്ള ഒരു വലിയ പ്രത്യേകത LDFിനുണ്ടായിരുന്ന ഒരു പിന്നെന്താണ് കേഡർ സ്വഭാവം ഉണ്ടായിരുന്നു. ആ കേഡർ സ്വഭാവം ഇല്ലാതായ ഒരു അവസ്ഥാവിശേഷം ഈ തെരഞ്ഞെടുപ്പിലുണ്ട്. കാരണം ആലത്തൂരും പാലക്കാടും പിന്നെന്താണ് പിന്നെ കണ്ണൂർ പ്രദേശങ്ങളിലുള്ള CPMന്റെ ഒരു കാലത്തും അവർക്ക് പിന്നെന്താണ് പുറകോട്ട് പോകാതിരുന്ന പ്രദേശങ്ങളിൽ വരെ ജനാധിപത്യ മുന്നണി UDF മുന്നോട്ട് പോകുന്ന ഒരു അവസ്ഥ നമ്മൾ കണ്ടു. ഇപ്പം ആന്തൂരാണ് ചർച്ചാ വിഷയം. ഇപ്പോൾ ആന്തൂരിൽ പ്രതിപക്ഷം പോലുമില്ല. ആ ആന്തൂരിൽ അവര് പിന്നെന്താണ് ഏകകണ്ഠമായി വിജയിക്കാറാണ്. അവിടെ പോലും ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പിന്നെന്താണ് ജനാധിപത്യ മുന്നണി UDF മുന്നോട്ട് പോകുന്ന ഒരു അവസ്ഥ നമുക്ക് കാണാൻ സാധിച്ചു. അപ്പോൾ കേരളീയ സമൂഹം ഇത് രണ്ടിനും എതിരെ ഒന്നിച്ചുള്ള ഒരു മുന്നോക്കം ഉണ്ടായി എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഒപ്പം രാഹുൽ ഗാന്ധിയാണ് ദേശീയ രാഷ്ട്രീയ രംഗത്ത് മോഡിക്കെതിരെ നിന്ന് പൊരുതാൻ പറ്റാവുന്ന ഏകനായ വ്യക്തി എന്ന്, അല്ലെങ്കിൽ ആ പ്രസ്ഥാനത്തിന്റെ കോൺഗ്രസ് പ്രസ്ഥാനമാണ് അതിന് മുന്നിൽ നിൽക്കുന്നത് എന്ന് ജനങ്ങൾക്ക് ബോധ്യമായതിന്റെ അടിസ്ഥാനത്തിൽ ആ രാഹുൽ ഗാന്ധിയുടെ വരവും അനുഗുണമായി നിന്നതുകൊണ്ട് കേരളത്തിൽ ഏറ്റവും നല്ല ഒരു ഭൂരിപക്ഷം ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്ന് തന്നെയാണ് യാഥാർത്ഥ്യം. കാരണം അല്ലാതെ ദേശീയ രാഷ്ട്രീയ രംഗത്ത് മോദിക്കെതിരെ ആരാ നിൽക്കുന്നതെന്ന് ആരുമില്ലല്ലോ. അപ്പൊ കോൺഗ്രസിന് ശിഥിലീകരണ അവസ്ഥ ഉണ്ടാകാം. പിന്നെന്താണ് കുറെ ആളുകൾ അങ്ങോട്ട് മാറുന്നു. അതൊക്കെ രാഷ്ട്രീയമായ ചില താല്പര്യങ്ങളുടെ ഭാഗമായാണ്. അത് BJPയുടെ പിന്നെന്താണ് വലിയ കടന്നുകയറ്റത്തിന്റെ ഭാഗമാണ്. അവര് സാർ പറഞ്ഞ കാര്യം തന്നെ. ഇങ്ങനെയൊക്കെയാണെങ്കിലും BJP എന്ന ഒരു എതിരാളിയെ പ്രതിരോധിക്കുന്നതിൽ കോൺഗ്രസിന് വീഴ്ച വന്നിട്ടില്ലേ? വീഴ്ച പോലും ഈ ഒരു ബാംഗ്ലൂർ അതുപോലെ കർണാടകയിൽ നടക്കുന്ന കാര്യങ്ങൾ എല്ലാം ഇന്ന് കോൺഗ്രസ് MLA ആണെങ്കിൽ നാളെ BJP MLA അവർ തട്ടിക്കൊണ്ടുപോകുന്നൊരവസ്ഥ, അവരെ റിസോർട്ട് താമസിപ്പിക്കേണ്ട ഒരവസ്ഥ ഒരു ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു മതേതര പാർട്ടിക്ക് വരുന്നത്
അത് ഒരു മുസ്ലിം ലീഗ് അവൻ്റെ കൂടെ നിൽക്കുന്ന ഒരു പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി എന്ന നിലയിൽ ഒരു അനാബലിഷ്യമായ ഒരു സാധന കാര്യമായിട്ടാണോ? അതാണ് അത് സ്വാഭാവികമായും ഈ ഒരു രാഷ്ട്രീയമായ ഒരു പ്രസ്ഥാനത്തിന്റെ തെറ്റല്ല. ഒരു പ്രസ്ഥാനം കോൺഗ്രസിന്റെ നയം മാറ്റിയത് കൊണ്ടല്ലോ, അത് ഒരു നിലപാട് മാറ്റിയതുകൊണ്ടല്ലോ, രാഹുൽ ഗാന്ധിയുടെ ഒരു നിലപാട് മാറ്റിയത് കൊണ്ടല്ല, കോൺഗ്രസ് പ്രസിഡന്റ് എന്നുള്ള നിലക്ക് അദ്ദേഹത്തിന്റെ ഒരു നിലപാട് മാറ്റിയത് കൊണ്ടല്ല. അതൊക്കെ പ്രാദേശികമായി BJPയുടെ ഒരു കടന്നുകയറ്റം, അതെല്ലാ തലത്തിലും സാമ്പത്തികമായും മറ്റെല്ലാ തലങ്ങളിലുമുള്ള ഒരു പിടിവലിയുടെ ഭാഗമായി ഉണ്ടാകുന്ന മാറ്റങ്ങളാണ്. അത് പിന്നെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തന്നെ അപജയം സൃഷ്ടിക്കുന്ന ചില നിലപാടുകളാണ് അത് എന്ന് പറയുന്നതിന് യാതൊരു സംശയവുമില്ല. അപ്പം ആ ഒരു നിലപാടുകളിലൊക്കെ അങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും ഈ BJP എന്ന് പറയുന്നതിന് വലിയ വിപത്തിനെ മുന്നിൽ നിന്ന് തടുക്കാനും അതിന്റെ മുന്നിൽ നിൽക്കാനും പറ്റാവുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഏതെന്ന് ചോദിക്കുന്നിടത്ത് അവിടെ പിന്നെന്താണ് കോൺഗ്രസേ ഉള്ളൂ. ആ കോൺഗ്രസിനെ ശക്തിപ്പെടുത്തുക എന്ന നിലപാട് സ്വീകരിക്കണം ആ കോൺഗ്രസിന്റെ ആളുകൾ എന്ന് തന്നെയാണ് എല്ലാവരുടെയും അഭിപ്രായം. ഇന്ത്യയിലെയും കേരളത്തിലെയും ഒക്കെ പിന്നെ ജനാധിപത്യ വിശ്വാസികളുടെ അഭിപ്രായം അത് തന്നെയാണ്. അത് കോൺഗ്രസ് മുന്നോട്ട് വരുമെന്ന് തന്നെയാണ് ഞങ്ങളുടെയൊക്കെ പ്രതീക്ഷ. കാരണം തെരഞ്ഞെടുപ്പുകളിൽ പരാജയം ഉണ്ടാകാം. അപ്പം അടിയന്തരാവസ്ഥ കാലം കഴിഞ്ഞതിന് ശേഷം എന്താണ് ഇന്ദിരാഗാന്ധി പാടെ പരാജയപ്പെട്ടു പോയി. എന്തൊരു തരത്തിൽ മുന്നോട്ട് വന്നിട്ടുണ്ട്. രാജീവ് ഗാന്ധി ഇന്ത്യ രാജ്യത്തെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ ഒരു ഗവൺമെന്റ് ജയിച്ചു വന്നിട്ടില്ലേ? അപ്പം രാഷ്ട്രീയത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് പരാജയം കൊണ്ട് ഒരു പ്രസ്ഥാനമാകെ നശിച്ചു എന്ന് നിലക്കുള്ള ഒരു വിലയിരുത്തൽ നമ്മൾ നടത്തണ്ട. മറിച്ച് അതിനെ ഉദ്ദീപിപ്പിച്ച് കൊണ്ടുവരാനുള്ള ഒരു ശ്രമത്തിന് സഹായം നൽകാനുള്ള ഒരു നിലപാട് ജനാധിപത്യ വിശ്വാസികളും മതേതര വിശ്വാസികളും ഒന്നിച്ചതിന്റെ കൂടെ കൂടുമ്പോൾ അത് കോൺഗ്രസ് ആ ഒരു തരത്തിലേക്ക് ഉയർന്നു വരുമ്പോൾ സ്വാഭാവികമായി ഇതിന് മാറ്റങ്ങൾ ഉണ്ടാകും. ഈ തെരഞ്ഞെടുപ്പ് അന്തിമമാണ്, ഇത് ഇനി BJP അല്ലാതെ ജയിക്കില്ല എന്നൊന്നും ഈ കേരള ജനതയും ഇന്ത്യൻ രാഷ്ട്രീയ രംഗവും വിശ്വസിക്കുന്നില്ല. മാറ്റങ്ങൾ വരുമെന്നതിന് യാതൊരു സംശയവുമില്ല. അത് മാറും. ആ ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. BJP എതിർക്കുന്നതിൽ എപ്പോഴും മുൻപന്തിൽ നിൽക്കുന്നു ഇടതുപക്ഷം, പ്രത്യേകിച്ച് CPM. പക്ഷേ CPM ഇങ്ങനെയൊക്കെ എതിർക്കുന്നതിൽ പോലും BJP അതിൻ്റെ രൂപത്തിൽ വളരുന്നുണ്ട്. പക്ഷേ ആ ഒരു പ്രതിരോധം പലപ്പോഴും CPMന്റെ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത് രാജ്യത്ത് വളരെ ദുർബലമാണ്. പക്ഷെ ആ ഒരു രൂപത്തിൽ പോലും ഇടതുപക്ഷം എതിർക്കുന്നു. ആ രൂപത്തിൽ BJPയുടെ വളർച്ചയെ തടയാൻ എന്നുള്ള ഇതെങ്ങനെയാണ് മുസ്ലിം ലീഗ് നോക്കിക്കാണുന്നത്? അല്ല, എവിടെയാണ് നിങ്ങൾ ഈ പറയുന്നത് ഇടതുപക്ഷം ഈ ഒരു ബീഫ് ഉണ്ടാക്കി കൊടുത്തത് കൊണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടിയെ അത് വെച്ച് വിളമ്പിയത് കൊണ്ട് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ആ ഒരു സാമൂഹികതയെ തറക്കാൻ പറ്റുമെന്ന് ജനങ്ങളുടെ മുമ്പിൽ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി അത്തരം ചില നിലപാടുകൾ സ്വീകരിക്കുന്നു എന്നല്ലാതെ പിന്നെ ചില തമ്മിൽ തല്ലുണ്ടാകുമ്പോൾ കണ്ണൂരിൽ അവർക്ക് പിടിച്ചു നിൽക്കാൻ വേണ്ടി ഉണ്ടാകുന്ന അക്രമ രാഷ്ട്രീയത്തിൽ പരസ്പരം പോരടിക്കുന്നു എന്നല്ലാതെ ഒരു മൊത്തത്തിൽ കേരള രാഷ്ട്രീയത്തിൽ നിങ്ങൾ എടുത്തു നോക്കുമ്പോൾ എവിടെയാണ് CPM താത്വികമായാണെങ്കിലും അല്ലെങ്കിൽ ആ മറ്റൊരു തരത്തിലും ആ BJPയുടെ ഇതിനെ കൂടുതൽ എതിർത്തുകൊണ്ടാണ് അവരാണ് ഇതിനൊക്കെ കഴിയുന്ന ഒരു ശക്തി എന്ന് നമുക്ക് പറയാൻ കഴിയുക എങ്ങനെയാണ്? എവിടെയാണ് അതിനുള്ളത്? അപ്പം ഒരു അഡ്ജസ്റ്റ്മെന്റ് തലത്തിൽ രാഷ്ട്രീയമായി മുന്നോട്ട് പോകുന്ന ഒരു അവസ്ഥാവിശേഷം CPMന്റെ ഭാഗത്ത് പലപ്പോഴും ഉണ്ടാകുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ കാഴ്ചപ്പാട് ആണ് ഈ കേരള ജനതയെ എങ്ങനെ ചിന്തിപ്പിക്കാൻ പോലും കാരണം. ഇപ്പൊ ഈ പിന്നെന്താണ് ശബരിമല ഇഷ്യൂലല്ലേ സംഭവിച്ചത്? എന്തായിരുന്നു CPMന്റെ നിലപാട്? അങ്ങനെ ഒരു വിഭാഗീയത ഉണ്ടാക്കാൻ എന്തിനാ പിന്നെന്താണ് എന്താ CPMനെ പ്രേരിപ്പിച്ചത്? അപ്പോൾ ഒരു വിഭാഗീയത ഉണ്ടാക്കുക എന്ന നിലപാടിലേക്കല്ലേ? അത് BJPയെ സഹായിക്കാനുള്ള നിലപാടല്ലായിരുന്നോ? ആ BJPക്ക് പിന്നെ വോട്ടിന്റെ ശതമാനം നിങ്ങൾ നോക്കിയേ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലുണ്ടായ ഒരു ശതമാനത്തിൽ എത്ര BJP മുന്നോട്ട് പോയി? അപ്പൊ അത് ആരാ ഉണ്ടാക്കുക? അത് പിന്നെ വെറും കോൺഗ്രസിന് മാത്രം വോട്ടായിരുന്നു? അല്ലല്ലോ. അത് അല്ലെങ്കിൽ ഇവിടുത്തെ ആളുകൾ CPMന്റെ വോട്ട് എത്രയും പോയില്ലേ? അതിലെ പിന്നെന്താണ് ആലത്തൂരും പാലക്കാടും കണ്ണൂരും ഒക്കെ നമ്മൾ കണ്ടത്. അപ്പൊ CPMന് പോലും അവരുടെ അണികളെ പിടിച്ചു നിർത്താൻ കഴിയാത്ത വിധം അവരുടെ ആശയങ്ങളെയും അവരുടെ നിലപാടുകളെയും അവർ തകർത്തുകൊണ്ട് ആ ഒരു തരത്തിൽ മുന്നോട്ട് പോകുന്നു എന്നല്ലേ അതിൽ നമുക്ക് കാണേണ്ടത്. അപ്പൊ പിന്നെ കേരളത്തിലെ എന്ന് മാത്രമല്ല ഇന്ത്യൻ രാഷ്ട്രീയ രംഗത്ത് CPMന് എവിടെയാണ് BJP നിൽക്കാൻ കഴിയുക? ഈ പാർലമെന്റ് 3 ആളുകളാണുള്ളത് അല്ലെ? ഇവിടുന്ന് ആരിഫ് ഉണ്ടായി എന്നുള്ളത് ശരിയാണ്. തമിഴ്നാട്ടിലും 2 ആളുകൾ ഉണ്ടായിട്ട് മുസ്ലിം ലീഗും കോൺഗ്രസും ഉൾക്കൊള്ളുന്ന ഒരു മുന്നണിയിൽ നിന്നുകൊണ്ട് മത്സരിച്ചതുകൊണ്ടാ അവിടെ മറ്റു മുന്നണിയിൽ ആരെങ്കിലും കിട്ടുമായിരുന്നു. ഇപ്പൊ CPM നമ്മളെ കാര്യത്തിൽ പോകുകയാണ്. ഇപ്പൊ CPM മുസ്ലിം ഒരുപോലെയാണ്. പിന്നെന്താണ് ഈ പറയുന്ന ഇടതുപക്ഷവും കോൺഗ്രസും മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികളെല്ലാവരും BJP ഇതര രാഷ്ട്രീയ പാർട്ടികളെല്ലാം ഈ ഇലക്ഷന് മുമ്പ് ഒന്നുകൂടി BJPക്കെതിരെ കൈകോർത്തിരുന്നെങ്കിൽ, കുറച്ചുകൂടി നിലപാടുകളുടെ അടിസ്ഥാനത്തിൽ കൈകോർത്തിരുന്നെങ്കിൽ കുറച്ചുകൂടി ഒരു ആഘാതം BJPക്ക് ഉണ്ടാക്കാൻ കഴിയുമായിരുന്നു. അതാണ് നമ്മൾ നേരത്തെ പറയുന്നത്. CPMന്റെ മുഖ്യ ശത്രു ആരാ? CPMന്റെ മുഖ്യ ശത്രു കോൺഗ്രസാ. അപ്പൊ ആരാണ് മുഖ്യ ശത്രു എന്ന് പറയാൻ പോലും കഴിയാത്ത വിധം ഇടതുപക്ഷം അധപ്പതിച്ചിരിക്കുകയാണ്.
പ്രകാശ് കാരാട്ടിന്റെ വഴിയും യെച്ചൂരിയുടെ വഴിയും രണ്ടല്ലേ? ഒരഭിപ്രായം അവർക്ക് രൂപീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? അപ്പൊ ഇന്ത്യ രാജ്യത്ത് ഈ ജനാധിപത്യത്തിന്റെ മതേതരത്വത്തിന്റെ മുഖ്യ ശത്രു ആരാണെന്ന് തീരുമാനിക്കാൻ കഴിയാതെ CPM മുന്നോട്ട് പോകുമ്പോൾ അവിടെ മറ്റു ശക്തികൾ മുന്നോട്ട് വരും. അവരുടെ പരാജയം സ്വയം അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അത് ഒരു നിലപാടുമില്ലാത്ത രൂപത്തിലായി പോകുന്നു. അവിടെയാണ് പ്രശ്നം. അപ്പം മുഖ്യ ശത്രുവിനെ നേരിടാൻ വേണ്ടി ഇന്ത്യയിലെ മതനിരപേക്ഷ കക്ഷികൾ ഒന്നിച്ചു നിന്ന് ഈ വലിയ വിപത്തിനെ തടുക്കാൻ ആവശ്യമായ ഒരു നിലപാട് സ്വീകരിക്കണമെന്നാണ് മുസ്ലിം ലീഗ് എല്ലാ കാലത്തും പറഞ്ഞിട്ടുള്ളത്. അത് ഉണ്ടാകുമ്പോൾ അതിനനുസരിച്ചുള്ള ഒരു ഡെവലപ്മെന്റ് ഉണ്ടാകും, ഒരു മാറ്റം ഉണ്ടാകും. അതിനെല്ലാവരും ഒരുമിച്ച് നിൽക്കണം. അതിന് കോൺഗ്രസ് ആണ് മുഖ്യ ശത്രു. കോൺഗ്രസ് അല്ലാത്ത വേറെ ശക്തി ഇന്ന് അപ്പുറത്തുള്ളത്? ആരുമില്ലല്ലോ. അപ്പൊ കോൺഗ്രസിനെ മുന്നിൽ നിർത്തി അതിന്റെ കൂടെ മറ്റെല്ലാവരും നിന്ന് ഒന്നിച്ചു പോകുക എന്ന ഒരു നിലപാട് പരിമിതികളുണ്ടെങ്കിലും ഇന്ത്യയിലെ ഏറ്റവും വലിയ ജനാധിപത്യ ശക്തി കോൺഗ്രസ് തന്നെയാണ്. എന്ത് സംശയം? ഒരു സംശയവുമില്ല. ഇപ്പോൾ 2 വർഷം കൂടി കഴിഞ്ഞാൽ താങ്കളുടെ ഒരു കാലാവധി ഈ ടൈം അവസാനിക്കുകയാണ്. ഭാവിയിൽ ഈ 2 വർഷത്തിനകം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന, ഈ മണ്ഡലത്തിന് വേണ്ടി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണ്? അതെ, നടന്നുകൊണ്ടിരിക്കുന്ന പദ്ധതികളുടെ പൂർത്തീകരണവും തുടർച്ചയും ഒക്കെ നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകണം. അപ്പം നമ്മുടെ ഒരു ആഗ്രഹം എന്നുള്ള നിലക്ക് ഇവിടെ ആയുർവേദശാല കേന്ദ്രീകരിച്ചുകൊണ്ട് ആയുർവേദ സർവകലാശാല ആദ്യത്തെ സമ്മേളനത്തിന് ആവശ്യപ്പെട്ടതാണ്. ഒരു വിദഗ്ധ സമിതിയെ അതിനെ നിയോഗിക്കുമോ എന്നൊക്കെ ഗവൺമെന്റ് ആദ്യം പറഞ്ഞെങ്കിലും ഗവൺമെന്റ് അതിൽ പുറകോട്ട് പോയി. അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച രാഷ്ട്രീയമായുള്ള ഒരു എതിർപ്പ് നമ്മുടെ ഭാഗത്ത് അതിന് സ്വാഭാവികമായും ഉണ്ട്. അവിടെ യാതൊരു മുഖം നോക്കലുമില്ല. പിന്നെ ഒരു കോളേജ് ഉണ്ടാകുക എന്നത് നമ്മുടെ ഒരു ആഗ്രഹവും അഭിലാഷവുമാണ്. അതുമാതിരി കുടിവെള്ള പദ്ധതികളിലും മറ്റ് തലങ്ങളിലുമൊക്കെ ഉള്ള പ്രയാസങ്ങൾ പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. പരിമിതമായ സമയത്തിനകത്ത് നിന്നുകൊണ്ട് കഴിയാവുന്നിടത്തോളം അത്തരം വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കണം എന്ന് തന്നെയാണ്, അതിനുവേണ്ടി ഉള്ള നിലപാടുകൾ സ്വീകരിക്കണം എന്ന് തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഈ കാലാവധി കഴിഞ്ഞാൽ വീണ്ടും താങ്കൾക്ക് മത്സരിക്കാനുള്ള സാധ്യത? ആദ്യത്തെ ടേമിലാണ് താങ്കൾ കോട്ടക്കൽ MLA. വീണ്ടും കോട്ടക്കൽ തന്നെയാണോ താങ്കൾ? സ്വാഭാവികമായിട്ടും പാർട്ടിയാണ് തീരുമാനിക്കുകയെങ്കിൽ പോലും താങ്കൾക്ക് ഒരു താല്പര്യം ഉണ്ടാവുമല്ലോ ഇന്ന മണ്ഡലത്തിൽ മത്സരിക്കാൻ. താങ്കളുടെ മണ്ഡലം മങ്കടയാണ്. അപ്പോൾ താങ്കളുടെ മണ്ഡലത്തിൽ മത്സരിക്കാനാണോ അതോ കോട്ടക്കലിൽ തന്നെ തുടരാനാണോ താല്പര്യം? അതുപോലെ തന്നെ വീണ്ടും താങ്കളെ ലോക്സഭയിലേക്ക് പരിഗണിക്കുകയാണെങ്കിൽ താങ്കൾക്ക് അങ്ങോട്ട് പോകാനുള്ള താല്പര്യമുണ്ടോ? എന്താണ് പാർലമെന്ററി രംഗത്ത് താങ്കളുടെ ഒരു നിലനിൽപ്പിനെ കുറിച്ച് താങ്കളുടെ ഒരു കാഴ്ചപ്പാട്? അല്ല, രാഷ്ട്രീയ രംഗത്ത് ഒരു അധികാര മോഹം വെച്ച് ഒരിക്കലും മുന്നോട്ട് പോകണം എന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. അങ്ങനെ ഒരു പാരമ്പര്യമാണ് പ്രത്യേകിച്ചും എനിക്കുള്ളത്. എൻ്റെ ബാപ്പയോട് പണ്ട് ബാപ്പയ്ക്ക് തങ്ങളുള്ള കാലത്ത് മത്സരിക്കാൻ പറഞ്ഞ സമയത്ത് മത്സരിക്കില്ല എന്ന് പറഞ്ഞ് മാറി നിന്ന് ഉള്ള സമയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം രാഷ്ട്രീയത്തിൽ എന്ത് വരാനിരിക്കുന്ന കാലഘട്ടങ്ങളിൽ സംഭവിക്കുമെന്ന് നമുക്ക് മുൻകൂട്ടി പ്രവചിക്കാനോ പറയാനോ കഴിയില്ല. പിന്നെ സ്ഥാനാർത്ഥിത്വം എന്ന് പറയുന്നത് അതും പാർട്ടി തീരുമാനിക്കുന്നതാണ്, എവിടെ, എപ്പോ, എങ്ങനെ എന്നുള്ളത്. ഞാൻ മംഗളക്കാരനായ എന്നോടാണ് ഹൈദരലി ശിഹാബ് തങ്ങൾ കോട്ടക്കൽ വന്ന് മത്സരിക്കണമെന്ന് പറഞ്ഞത്. അന്ന് മത്സരിച്ചു. ഇവിടുത്തെ ജനങ്ങൾ എനിക്ക് ഈ 3 കൊല്ലം നൽകിയത് ഒരു അതിരറ്റ സ്നേഹമാണ്. ഞാൻ അവരുടെ കൂടെ അവരുടെ വേദനയിലും അവരുടെ സഹതാപത്തിലും സങ്കടത്തിലും സന്തോഷത്തിലും എല്ലാറ്റിലും നമ്മളെ കൊണ്ട് കഴിയുന്ന വികസന പ്രവർത്തനങ്ങളിലും എല്ലാം നമ്മളതിൽ നമ്മൾ എവിടെയാണോ നിൽക്കുന്നത്, എവിടെയാണോ ഉള്ളത്, അവിടെ ഒരു കമ്മിറ്റ്മെന്റോടുകൂടി നമ്മൾ ഏൽപ്പിച്ച ഉത്തരവാദിത്തം നിർവഹിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടുത്തെ ജനങ്ങളോട് ഞാനൊരു വാക്ക് നൽകിയിരുന്നു. ഞാനിവിടെ നിന്നുകൊണ്ട് ഞാനിവിടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച് തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു കഴിഞ്ഞാൽ എൻ്റെ പേരിൽ നിങ്ങൾ ആരും അപമാനിതരാകേണ്ടി വരില്ല, നിങ്ങൾക്കാർക്കും മറ്റാരുടെ മുമ്പിലും തലകുനിക്കേണ്ടി വരില്ല എന്ന് ഞാൻ സൂചിപ്പിച്ചിരുന്നു. അത് പ്രാവർത്തികമായി നിർവഹിക്കുക എന്നതാണ് എൻ്റെ കർത്തവ്യം. അത് ഇവിടുത്തെ ജനങ്ങൾക്ക് കൊടുത്ത വാക്ക്. അവരുടെ എല്ലാ തലങ്ങളിലും അവരുടെ കൂടെ നിൽക്കുക എന്നുള്ളതാണ്. ആ സ്നേഹം 10 മടങ്ങ് അവരെനിക്ക് കോട്ടക്കൽ മണ്ഡലത്തിൽ നിന്ന് തിരിച്ചു തരുന്നുണ്ട്. എൻ്റെ ഒരനുഭവം എന്ന് പറയുന്നത് എൻ്റെ വാപ്പ പെരിന്തൽമണ്ണയിൽ 2 കൊല്ലം മത്സരിച്ച് ജയിച്ചയാളാണ്. ഇന്നും ഞാൻ അവിടെ ഒരു പഴയകാല തലമുറയിലെ ആരെങ്കിലും കണ്ടാൽ അവർക്ക് ഇന്നും ഒരു വല്ലാത്ത കുടുംബത്തിലെ അവരുടെ കൂടെയുള്ള കൂടപ്പുറപ്പ് ചെന്ന മാതിരിയാണ് അവരെന്നോട് ഇന്നും പെരുമാറാറ്. അതേ ഒരു അനുഭവം എനിക്ക് ഈ കോട്ടക്കൽ നിയോജക മണ്ഡലത്തിൽ നിന്ന് എല്ലാ വിഭാഗം ജനങ്ങളിൽ നിന്നും അവിടെ രാഷ്ട്രീയ വ്യത്യാസമൊന്നുമില്ല, മതവ്യത്യാസമൊന്നുമില്ല, ഒരു വ്യത്യാസവുമില്ലാതെ എല്ലാവരും എന്നോട് അത്തരമുള്ള ഒരു സ്നേഹവായ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട്.
അതിന് നന്ദിയും കടപ്പാടും ഏത് കാലത്തും ഉണ്ടാകും എന്നതിന് യാതൊരു സംശയവുമില്ല. മത്സരിക്കുക എന്ന് പറയുന്നത് ഞാൻ സൂചിപ്പിച്ചല്ലോ, എപ്പോഴാണ്, എങ്ങനെയാണ്, എന്താണെന്നുള്ളത് അതിൻ്റെ ഒരു നിയോഗമാണ്. അത് അതനുസരിച്ച് വരുമ്പോൾ അന്നേരത്തെ എവിടെയാണോ പാർട്ടി തീരുമാനിക്കുന്നത്, വേണ്ടാന്ന് തീരുമാനിച്ചാൽ വേണ്ട, വേണമെന്ന് തീരുമാനിച്ചാൽ വേണം. അത്രേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആ ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാറുള്ളൂ. മറ്റൊരു തരത്തിൽ ഒരു പാർലമെന്ററി വ്യാമോഹം വെച്ച് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുക എന്ന ഒരു നിലപാട് പഠിച്ചിട്ടില്ല, അങ്ങനെ ഒരു താല്പര്യവുമില്ല. അത് പാർട്ടിയുടെ നിലപാടിനനുസരിച്ച് അതിൻ്റെ കൂടെ നിൽക്കുക എന്നതേ ഉള്ളൂ. ഇപ്പം ഇതിനിടയിൽ സമൂഹ മാധ്യമങ്ങളിലൊക്കെ വളരെ ചർച്ച ചെയ്യപ്പെട്ടൊരു വിഷയമായിരുന്നു CITU ജില്ലാ സെക്രട്ടറി, അതുപോലെ തന്നെ CPM ജില്ലാ കമ്മിറ്റി അംഗവുമായ ഒരാൾ താങ്കൾക്കെതിരെ താങ്കളുടെ വ്യക്തിപരമായൊരു അധിക്ഷേപം നടത്തി. താങ്കൾ എന്തോ ഒരു പ്രസംഗത്തിനിടയിലാണ് ഉണ്ടായത്. ഏറ്റവും കൂടുതൽ ഏറ്റെടുത്ത് സോഷ്യൽ മീഡിയയാണ്. താങ്കൾ പലപ്പോഴായിട്ട് അതിന് മറുപടി പറയാതെ ഒഴിഞ്ഞു മാറി, അതിന് മറുപടി അറിയിക്കുന്നില്ല എന്ന രൂപത്തിൽ. ഇപ്പോൾ വീണ്ടും ചോദിക്കുന്നു, അങ്ങനെ ഒരു വ്യക്തിപരമായ ഒരു അധിക്ഷേപം ആ രൂപത്തിൽ ആയിട്ടാണോ, എങ്ങനെയാണ് അതിനെ താങ്കൾ കണ്ടത്? ഇല്ല, അത് BJP ചോദിച്ചത് പിന്നെ അവിടെ വളാഞ്ചേരിയുമായി ബന്ധപ്പെട്ട CPM കൗൺസിലർ ബന്ധപ്പെട്ട കേസുമായി ബന്ധപ്പെട്ടാണ്. അതൊക്കെ നമ്മുടെ ഈ കാലഘട്ടങ്ങളിൽ ചർച്ച ചെയ്യുന്നത് ശരിയാണോ എന്ന് എനിക്ക് തോന്നുന്നില്ല. വ്യക്തിപരമായ ചില സംഗതികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണത്. അതിനനുബന്ധമായി നടന്ന ഒരു രാഷ്ട്രീയ വിശദീകരണ യോഗത്തിൽ അദ്ദേഹം ഇങ്ങനെ പ്രസംഗിച്ചു എന്ന് സോഷ്യൽ മീഡിയയിൽ കേട്ടതാണ്. അതിന് നമ്മൾ മറുപടി ആയിട്ട് അതിനും ഒരു മറുപടി അവിടെ നമ്മുടെ മുസ്ലിം ലീഗിന്റെ UDF-ന്റെ ഭാഗത്തു നിന്ന് അതിനെതിരെ അത് എന്നെ മാത്രമല്ല, അത് പാർട്ടിയെയും ഒക്കെ പറഞ്ഞുകൊണ്ടായിരിക്കാം അങ്ങനെ അതിനുള്ള ഒരു മറുപടി അവിടെ പറഞ്ഞിട്ടുണ്ട്. അതോടുകൂടി ആ ചാപ്റ്റർ അവിടെ അവസാനിച്ചു. അതിൽ പിന്നെ ഒരു റീഓപ്പനിങ്ങിന്റെ ആവശ്യം അവരും അത് വിട്ടു. കാരണം അതൊരു വലിയ കാര്യമല്ല എന്നുള്ള ധാരണ എനിക്ക് തോന്നിയില്ല. ഒരു വലിയ വ്യക്തിപരമായ ആക്ഷേപവും അധിക്ഷേപവുമാണ് എന്ന് ഉള്ള രൂപത്തിൽ നമ്മൾ മുതൽ എടുക്കുന്നില്ല. അദ്ദേഹം ഒരു സന്ദർഭത്തിൽ അത് സാന്ദർഭികമായി പറഞ്ഞതായിരിക്കാം. എന്തായാലും ഇനി ആണെങ്കിലും അല്ലെങ്കിലും നമ്മൾ അതിനെക്കുറിച്ച് ഒരു പോസ്റ്റ്മോർട്ടം നടത്താനോ ചർച്ച ചെയ്യാനോ ആഗ്രഹിക്കുന്നില്ല. അതുപോലെ അവസാനിപ്പിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, ഇപ്പോൾ താങ്കൾ കോട്ടക്കൽ MLA എന്ന നിലയിൽ സ്വാഭാവികമായിട്ടും മണ്ഡലത്തിലെ വികസന വിഷയങ്ങളെല്ലാം നിയമസഭയിൽ ഉന്നയിക്കുന്നുണ്ട്. അതുപോലെ അല്ലാതെ പല നിയമനിർമ്മാണമായിട്ട് ബന്ധപ്പെട്ട പല ചർച്ചകളിലും ധനാഭ്യർത്ഥന ചർച്ചകളിലും വിഷയങ്ങളിലും ബില്ലവതരണത്തിന് വേളകളിലൊക്കെ താങ്കൾക്ക് പാർട്ടി പല സമയങ്ങളിലും പല വിഷയങ്ങൾ അവതരിപ്പിക്കാനൊക്കെ സമയം തന്നുണ്ട്, പല നിർണായക വേളകളിലും. അതൊരു താങ്കളുടെ വിശ്വാസം കൊണ്ടാണോ, അതോ എന്താണ് അതിൻ്റെ ഒരു കാരണം? അത് ഓരോരുത്തരുടെയും താല്പര്യങ്ങൾക്കനുസരിച്ച് തിരഞ്ഞെടുക്കുന്ന വിഷയങ്ങളുണ്ട്. സന്ദർഭത്തിനനുസരിച്ച് വീതം വെച്ചു കൊടുക്കുന്ന സന്ദർഭങ്ങളുണ്ട്. ഇപ്പം ഓരോ ദിവസവും ഉണ്ടാകുന്ന ബില്ല്, ഇപ്പം നമ്മളൊരു സെഷനിൽ ഒരുപാടേറെ ബില്ലുകൾ ഉണ്ടാകും, അല്ലെങ്കിൽ ധനകാര്യ വിവരവും ഉപധനാഭ്യർത്ഥനകളും അങ്ങനെ ഒരുപാടേറെ സംഗതികൾ ഉണ്ടാകും. അതിൽ നമ്മൾ പാർട്ടിക്ക് കിട്ടുന്നൊരു സമയമുണ്ട്. ആ പാർട്ടിക്ക് കിട്ടുന്ന സമയം നമ്മൾ പാർലമെന്ററി പാർട്ടി കൂടി വീതം വെക്കുകയാണ് ചെയ്യുന്നത്. 19 മിനിറ്റ് ലീഗിന് കിട്ടുന്നത് 9-10 മിനിറ്റ് വീതം വെച്ച് നമ്മൾ ഓരോരുത്തരും അതെടുത്ത് അവനവൻ താല്പര്യമുള്ള ഒരു വിഷയത്തിൽ നമ്മൾ സംസാരിക്കുക എന്നുള്ളതാണ്. അത് പിന്നെ സ്വാഭാവികമായും ഏതിലാണോ വരുന്നത്, അതിന് വിഷയം താല്പര്യമില്ലാതെ വരുന്നതാണെങ്കിലും സ്വാഭാവികമായും നമ്മളത് അതിനനുസരിച്ച് പഠിച്ച് പറയുക എന്നുള്ളത്. അപ്പോൾ റവന്യൂ വകുപ്പിന്റെ ഒരു ചർച്ചയിലാണ് ആദ്യമായി എനിക്ക് പങ്കെടുക്കേണ്ടി വന്നത് ഈ സെഷനിൽ. ഉപധനാഭ്യർത്ഥന പുറമെ എൻ്റെ ഒരു ധാരണ ശരിയാണെങ്കിൽ ആ നിയമസഭയിൽ റവന്യൂ വകുപ്പിനെ കുറിച്ച് ഏറ്റവും നന്നായി പറയാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു ധാരണ. കാരണം എല്ലാ റവന്യൂ വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരും അവരുടെ അസോസിയേഷനും ഒക്കെ നല്ലൊരു അപ്രീസിയേഷൻ പറഞ്ഞു. കാരണം അവർ നേരിടുന്ന പ്രശ്നങ്ങൾ അത് അവതരിപ്പിക്കുക. ഒരു നിയമനിർമ്മാണ സഭയാണല്ലോ, രാഷ്ട്രീയം പറയുന്നുണ്ട്, രാഷ്ട്രീയം ഒപ്പം പറയാം. പക്ഷെ ആ നിയമനിർമ്മാണ സഭയിൽ ആ വിഷയത്തോട് ചേർന്ന് നിന്നുകൊണ്ട് അതിന്റെ പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ, സജഷൻസ് ഒക്കെ പറയുക എന്നുള്ളത് ഒരു ബാധ്യതയാണ്. അത് പരിപൂർണമായി നമുക്ക് നിർവഹിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഒരു ബില്ല് നമ്മൾ അവതരിപ്പിച്ചു, യൂണിവേഴ്സിറ്റി ബില്ല്. അത് ഈ വെള്ളിയാഴ്ചകളിൽ ഒരു സെഷനിൽ ഒരു വെള്ളിയാഴ്ച ഓരോ മെമ്പർമാർക്കും പ്രൈവറ്റ് ബില്ല് അവതരിപ്പിക്കാനുള്ള സമയമുണ്ട്. അത് നമ്മൾ ആ ബില്ല് ആദ്യം എഴുതി കൊടുക്കണം. എന്താണ് ബില്ല്, അത് അവതരിപ്പിക്കാൻ നറുക്കിട്ട് കിട്ടുമ്പോൾ നമ്മൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുക എന്നുള്ളതാണ്. ആ ബില്ല് നമ്മൾ പഠിച്ച്, അതിന്റെ ആക്ട് പഠിച്ച്, അതിന്റെ സ്റ്റാറ്റ്യൂട്ട് പഠിച്ച്, അതിന്റെ സന്ദർഭങ്ങളും സാഹചര്യങ്ങളും പഠിച്ച് അവതരിപ്പിക്കുക എന്നുള്ളതാണ്. അതിന് പരമാവധി സമയങ്ങൾ ഞാൻ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്, വിനിയോഗിച്ചിട്ടുണ്ട്. നല്ലൊരു സപ്പോർട്ട് പാർട്ടിയും പാർലമെന്ററി പാർട്ടിയും എനിക്ക് നന്നായി പിന്തുണ നൽകിയിട്ടുണ്ട്
എന്നത് എന്താണ് സന്തോഷകരമാണ്. അതിനനുസരിച്ചുള്ള ഒരു പ്രവർത്തനം നടത്താൻ അല്ലെങ്കിൽ അത് ഭംഗിയായി നിർവഹിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, കഴിഞ്ഞിട്ടുണ്ട്. അതിൽ നല്ല ഒരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഇതുവരെയുള്ള താങ്കളുടെ പ്രവർത്തനങ്ങൾ എല്ലാം താങ്കൾ വിശദീകരിച്ചു, ഭാവി പ്രവർത്തനങ്ങളും പറഞ്ഞു. മുന്നോട്ടുള്ള പ്രയാണത്തിൽ എല്ലാവിധ ഭാവങ്ങളും ആശംസിക്കുന്നു. സന്തോഷം. തീർച്ചയായും നിങ്ങളെല്ലാവരും കൂടെ ഉണ്ടാകും എന്ന പ്രതീക്ഷയോടുകൂടി എല്ലാ സന്തോഷവും പങ്കിടുന്നു.